الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. ഏറെ ബഹുമാന്യരായ വിസ്ഡം പരപ്പനങ്ങാടിയുടെ ഭാരവാഹികളെ, സഹോദരീ സഹോദരന്മാരെ, എൻ്റെ ശബ്ദം അങ്ങാടിയുടെ വിവിധ ഭാഗങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്ന ഏറെ പ്രിയപ്പെട്ട നാട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ ചൂട്, ആ ചൂടിലേക്ക് നമ്മുടെ നാടും നാട്ടുകാരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് എന്താണ് ഇത്തരമൊരു പരിപാടി, എന്താണ് ഈ പ്രോഗ്രാം എന്നൊരു പക്ഷേ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നുണ്ടാകും. ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉറപ്പ് തരികയാണ്, വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരാൾക്ക് വോട്ട് നൽകണമെന്നോ വോട്ട് നൽകരുതെന്നോ, അതല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും രാഷ്ട്രീയപരമായ എന്തെങ്കിലും ചില ആവശ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഉന്നയിക്കാൻ വേണ്ടിയല്ല ഈ ഒരു പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത്. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭൗതികമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടല്ല ഈ പരപ്പനങ്ങാടിയുടെ ഹൃദയഭാഗത്ത് നിന്ന് നമ്മൾ ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നത്. മറിച്ച് നമ്മളെല്ലാവരും മനുഷ്യരാണ്. മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടു പോക്ക്, നമ്മൾ ജീവിതത്തെ കാണേണ്ടുന്ന ലോകവീക്ഷണങ്ങൾ, നമ്മുടെ മനസ്സമാധാനം, നമ്മുടെ ഇഹപര വിജയം, ഇത്തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിൽ നമ്മൾ പോലും സ്വയം ആലോചിക്കാൻ മറന്നുപോകുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇത്തരമൊരു സദസ്സിൻ്റെ ഉദ്ദേശ്യം. അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാം സദസ്സിലേക്ക് കയറിയിരുന്നു കൊണ്ട് തന്നെ ഇവിടെ സംസാരിക്കുന്ന വിഷയങ്ങൾ കേൾക്കുകയും വിലയിരുത്തുകയും നമ്മുടെ ജീവിതവുമായി തട്ടിച്ച് ആലോചിച്ചു നോക്കുകയും ചെയ്യണേ എന്ന് ആദ്യമായി അപേക്ഷിക്കുകയാണ്. നമ്മൾ മലയാളികളാണ്. മലയാളികൾ എന്ന നിലക്ക് നമ്മൾ പല വിഷയങ്ങളിലും ഒട്ടേറെ അഭിമാനിക്കാറുണ്ട്. നമ്മൾ ഒന്നാം നമ്പറാണ്. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് പല വിഷയങ്ങളിൽ നമ്മൾ ഒന്നാം നമ്പറാണ്, നമ്മൾ മുന്നിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പരസ്പരം മേനി നടിക്കാറുണ്ട്. ആ ഒരു അഹങ്കാരം അല്ലെങ്കിൽ അഭിമാനം നമുക്കുണ്ടാകാറുണ്ട്. ശരിയാണ്, പല വിഷയങ്ങളിലും കേരളം നമ്പർ 1 ആണ്. മലയാളികൾ ഇന്ത്യയിൽ ടോപ്പാണ്, ഒന്നാം നമ്പറാണ്. വിദ്യാഭ്യാസം, പ്രാഥമിക വിദ്യാഭ്യാസമാകട്ടെ, അതല്ലെങ്കിൽ സാമൂഹികമായ മറ്റു കാരണങ്ങളാകട്ടെ, നമ്മുടെ ആരോഗ്യരംഗമാകട്ടെ, മറ്റു പല വിഷയങ്ങളിലും കേരളം വളരെയധികം മുന്നിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ പരിഗണിച്ചു നോക്കുമ്പോൾ. ഇങ്ങനെ മലയാളികൾ ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ ഭൗതികമായ സുഖസൗകര്യങ്ങളുടെ വിഷയത്തിലുമെല്ലാം നമ്പർ 1 ആണ് എന്ന യാഥാർത്ഥ്യം നമ്മളുടെ എല്ലാം മനസ്സിലുണ്ടായിരിക്കെ തന്നെ ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി, വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്തകളുണ്ട്. എന്താണത്? വേറെ ചില വിഷയങ്ങളിലും നമ്മൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വേറെ ചില വിഷയങ്ങളിലും നമ്മൾ നമ്പർ 1 ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ് ആ വിഷയങ്ങൾ? ആ വിഷയങ്ങളിൽ ഒന്ന് ആത്മഹത്യയാണ്. ആത്മഹത്യയിൽ മലയാളികൾ വളരെയധികം മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ആത്മഹത്യ പെരുകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാവിൻ്റെയും മനസ്സിലുള്ള ഒരു വേദനയാണ്, അല്ലെങ്കിൽ പേടിയാണ് നമ്മുടെ മക്കളുടെ വിഷയം. ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെ ലഹരിയിലേക്ക് അടിമപ്പെടുന്നു, സാമൂഹ്യ വിരുദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുന്നു. മുമ്പൊക്കെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധ വേണമെന്ന്
രക്ഷിതാക്കളോട് സംസാരിച്ചിരുന്നത് കോളേജ് പ്രായത്തിലായിരുന്നു. കോളേജിലേക്ക് പോകുമ്പോൾ നിങ്ങൾ നോക്കണേ, അവിടെ ലഹരിയൊക്കെ ഉണ്ടാകും, കള്ളുകുടി ഉണ്ടാകും, ശ്രദ്ധിക്കണേ എന്ന് പറയുമായിരുന്നു. പിന്നീട് അത് ഹയർ സെക്കൻഡറിയിലേക്കും അത് കഴിഞ്ഞ് പിന്നെ ഹൈസ്കൂളിലേക്കും ഇപ്പോ UP-യും കഴിഞ്ഞ് LP സ്കൂളിൽ പോകുന്ന അയക്കുന്ന കുട്ടിയെ പോലും ശ്രദ്ധിക്കണേ എന്ന് പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് ലഹരി പ്രത്യേകിച്ചും പുതിയ തലമുറയെ അടക്കം കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ വിഷയത്തിലും മറ്റ് പല സംസ്ഥാനങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് നാം മലയാളികൾ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എയ്ഡ്സ്, അല്ലെ? കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിൽ വന്ന വാർത്തകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എയ്ഡ്സ് പോലെയുള്ള മാരകമായ ലൈംഗിക രോഗങ്ങൾ മലയാളികൾക്കിടയിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു, അത് വലിയ രൂപത്തിൽ പകർന്നുകൊണ്ടിരിക്കുന്നു എന്ന വാർത്ത നമ്മൾ വായിക്കുകയാണ്. അശ്ലീലങ്ങൾ, ആഭാസങ്ങൾ പലതിലും നമ്മൾ മലയാളികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, വലിയ രൂപത്തിൽ കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നു. വിവാഹേതരമോ വിവാഹപൂർവമോ ആയിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ, ആ വിഷയത്തിൽ മലയാളികൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അത്തരം അവിഹിത ബന്ധങ്ങൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അതിക്രമങ്ങളും അധാർമികതകളും കുടുംബ തകർച്ചകളും വലിയ രൂപത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നും ആരെയും മോശമാക്കാനോ നമ്മൾ മലയാളികൾ മോശക്കാരാണെന്ന് പറയാനോ അല്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ മലയാളികൾ പല വിഷയത്തിലും വളരെ മുന്നിലാണ്. വിദ്യാഭ്യാസത്തിൻ്റെയും അതുപോലെ തന്നെ ഹെൽത്ത് കെയറിൻ്റെയും മറ്റു പല വിഷയങ്ങളിലും നമ്മൾ മുന്നിലാണ്. അങ്ങനെ ഭൗതികമായി നമ്മൾ വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ സാമൂഹികമായി ഒരു സമൂഹത്തിൻ്റെ വിജയമെന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ഏതാനും ചില വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ആ വിഷയങ്ങളിലെല്ലാം മലയാളികളായ നമ്മൾ അമ്പേ പരാജയമാണ്. ലഹരിയാകട്ടെ, കുടുംബ തകർച്ചയാകട്ടെ, മറ്റ് അശ്ലീലങ്ങളാകട്ടെ, ആഭാസങ്ങളാകട്ടെ, അധാർമിക പ്രവർത്തനങ്ങളാകട്ടെ, അതിക്രമങ്ങളാകട്ടെ, അത്തരം വിഷയങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഒരേ സമയത്ത് ഭൗതിക പുരോഗതിയും അതേ സമയത്ത് ധാർമ്മികമായ സാംസ്കാരികമായ അധപ്പതനവും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഇവിടെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടുമായി ഒറ്റ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഭൗതികമായി പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നമ്മൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോഴും എന്തുകൊണ്ട് സാംസ്കാരികമായി നമ്മൾ തകർന്നു പോകുന്നു? ഒരു സമൂഹം എന്ന നിലക്ക് നമ്മൾ തകർച്ചയിലേക്ക് പോകുന്നു. എന്തുകൊണ്ട് എന്ന ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. മലയാളികൾ എന്ന നിലക്ക് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയമാണ് ഇത്. ഞാൻ ഇങ്ങനെ പറയുമ്പോൾ വേറെ എവിടെയോ ഉള്ള ഏതോ ചില ആഗോള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതോ ചില വിഷയങ്ങളോ ആണ് സംസാരിക്കുന്നത് എന്ന് ആരും വിചാരിക്കേണ്ടതില്ല. മൊത്തം കേരളത്തിലൊക്കെ പ്രശ്നമാണ്. അവിടെയൊക്കെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഒരു കുട്ടി സ്വന്തം കുടുംബത്തിലുള്ള 5 കുട്ടികളെ കൊലപ്പെടുത്തി. ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. എന്താണെന്നറിയില്ല, നാടെങ്ങോട്ടാണ് പോകുന്നത്. വേറെ ഏതോ ആളുകളെ കുറിച്ചോ നാട്ടുകാരെ കുറിച്ചോ അല്ല ഞാൻ പറയുന്നത്, മറിച്ച് നമ്മൾ ഓരോരുത്തരെ കുറിച്ചുമാണ്. കേരളത്തിൽ ഈ പറഞ്ഞ സാംസ്കാരികമായ അധപതനം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലേക്കാണ്, നമ്മുടെ വീട്ടിലേക്കാണ്, നമ്മുടെ വാട്സപ്പിലേക്കാണ്, നമ്മുടെ മനസ്സിലേക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ ഒറ്റ ഉദാഹരണം മാത്രം എടുക്കുക. നമ്മുടെ കുടുംബ വാട്സപ്പ് ഗ്രൂപ്പ്, നമുക്കെല്ലാവർക്കും ഒരു ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവുമല്ലോ. ആ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ ചോദിക്കട്ടെ, ഒരു 10 വർഷം മുമ്പ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാൻ മടിച്ചിരുന്ന, ഒരു കുടുംബത്തിൽ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത പല പദപ്രയോഗങ്ങളും ഇപ്പൊ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ വരുന്നില്ലേ? അതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ പറയാൻ മടിച്ച, നമ്മൾ ആലോചിക്കാൻ പോലും മടിക്കുന്ന ചില വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് പതിയെ കടന്നു വരുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണത്. അതുപോലെ തന്നെ ഒന്നാലോചിച്ചൊക്കെ ഇവിടെയുള്ള രക്ഷിതാക്കൾ നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിച്ചാൽ മനസ്സിലാകും, അല്ലെ? നമ്മുടെ കുടുംബങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾ, ആ കുട്ടികളുടെ പെരുമാറ്റ ദൂഷ്യം പലപ്പോഴും പറയുന്നത് വെച്ചാൽ എന്താണെന്നറിയില്ല. പുതിയ കാലത്തെ കുട്ടികൾ അവരെന്താണെന്നറിയില്ല, ഇങ്ങനെ ആയിപ്പോയി, എന്താ കാരണം എന്നറിയില്ല എന്നൊക്കെയാണ് പറയാ. കുട്ടികളുടെ പെരുമാറ്റ ദൂഷ്യം അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ചു നോക്കുക. അതുപോലെ തന്നെയാണ് വിവാഹ ചടങ്ങുകൾ. വിവാഹം എന്ന് പറയുന്നത് വളരെ മഹനീയമായിട്ടുള്ള
അത്രമേൽ പ്രാധാന്യത്തോടുകൂടി രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരൽ എന്ന നിലക്ക് അത്രമേൽ പ്രാധാന്യമുള്ള ഒരു ഫംഗ്ഷൻ നമ്മുടെ നാട്ടിലൊക്കെ പലപ്പോഴായി നടക്കുന്നത് എങ്ങനെയാണ്? അശ്ലീലങ്ങളും ആഭാസങ്ങളും അത്രമേൽ വലിയ രൂപത്തിൽ നടക്കുന്ന ചടങ്ങുകളായി നമ്മുടെ കുടുംബങ്ങളിലെ വിവാഹങ്ങൾ മാറുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ഞാൻ ചോദിക്കുന്നത്, പലപ്പോഴും ഈ വിഷയത്തിൽ അത്തരം താല്പര്യമുള്ള ആൾക്കാർ അങ്ങനെ കല്യാണം നടത്തി പോകുന്നത് മാത്രമല്ല, ഇതിനോടൊക്കെ വിയോജിപ്പുള്ളവർ പോലും, എനിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളോടൊന്നും ആഭാസങ്ങളോടൊന്നും യോജിപ്പൊന്നുമില്ല, പക്ഷെ എന്താ ചെയ്യുക? പുതിയ കാലല്ലേ, കുട്ടികളല്ലേ, അവരങ്ങനെ ചെയ്യല്ലേ, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലെ? അങ്ങനെ സ്വയം കുറ്റപ്പെടുത്തുന്ന ആളുകൾ പോലും ഈ ഇരിക്കുന്ന സദസ്സിൽ പോലും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത്? എന്താണ് ഇവിടെ വരുന്ന മാറ്റം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതുണ്ട്. എവിടെയാണ് പിഴച്ചത്? എവിടെയാണ് നമ്മുടെ സംസ്കാരത്തിന് കോട്ടം തട്ടിയത്? എവിടെയാണ് നമുക്ക് സാംസ്കാരികമായി അധപതനം സംഭവിച്ചത്? ഇതിനെക്കുറിച്ചുള്ള ഗൗരവകരമായ ചിന്തയാണ് ഇന്നത്തെ സംസാരത്തിലൂടെ നമ്മൾ സ്വയം പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് വെച്ചാൽ ഇതൊക്കെ അങ്ങ് യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ്. കാലം മുന്നോട്ട് പോകുമ്പോൾ, പുതിയ കാലമാകുമ്പോൾ അത് സാധാരണ രീതിയിൽ അങ്ങ് സംഭവിച്ചു പോകുന്നതാണ് എന്നാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോഴും പരസ്പരം സംസാരിക്കുമ്പോഴും നമ്മൾ പറയാം. പുതിയ കാലാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. യുവാക്കളാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് ചെയ്യാനാ എന്ന് കൈമലർത്തുകയാണ്. അവിടെ ഒന്നാമതായി നിങ്ങളുടെ മുമ്പിൽ സൂചിപ്പിക്കാനുള്ള വിഷയം ഇത് യാദൃശ്ചികമല്ല എന്നതാണ്. ഇതൊരിക്കലും യാദൃശ്ചികമല്ല. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയോ സംഭവിക്കുന്ന, യാദൃശ്ചികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് അതിന് കൃത്യമായ ചില നാൾവഴികളും കൃത്യമായ ചില ആശയ അടിത്തറകളും നമുക്ക് കാണാൻ സാധിക്കും. എന്താണത്? ഏതെങ്കിലും ഒരു ഉദാഹരണം എടുക്കുക. നമ്മുടെ നാട്ടിൽ വന്ന പ്രശ്നമായി അല്ലെങ്കിൽ മാറ്റമായി നമ്മൾ കരുതുന്ന ഏതെങ്കിലും ഒരു ഉദാഹരണം എടുക്കുക. ഉദാഹരണത്തിന് അവിഹിത ബന്ധങ്ങൾ. പലപ്പോഴും കുടുംബങ്ങളുടെ തന്നെ തകർച്ചയിലേക്ക് നയിക്കുന്ന രൂപത്തിലേക്ക് അവിഹിത ബന്ധങ്ങൾ ഇന്ന് വളരെയധികം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിഹിത ബന്ധങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു യാഥാർത്ഥ്യത്തെ നമ്മൾ എങ്ങനെയാ കാണുക? എന്താ അറിയില്ല, കുട്ടികൾ എങ്ങനെയാണ്, പുതിയ കാലത്ത് അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. കോളേജിലൊരു പ്രണയം എന്ന് പറഞ്ഞാൽ അതില്ലാത്ത ആളുകൾ അപൂർവമാണ്. അതൊരു യാദൃശ്ചികമായി സംഭവിക്കുന്നതാണ് എന്ന് നമ്മൾ പറയും അല്ലേ? പക്ഷെ ഒന്നാലോചിച്ച് നോക്കുക, ഈ അവിഹിത ബന്ധങ്ങൾ എന്ന വിഷയം മാത്രമെടുത്ത് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. എങ്ങനെയാണ് അവിഹിത ബന്ധങ്ങളെയും അത്തരത്തിലുള്ള കാര്യങ്ങളെയുമെല്ലാം വളരെയധികം തെറ്റായി മനസ്സിലാക്കിയ, അതൊരിക്കലും സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയ 10-15 വർഷങ്ങൾക്ക് മുമ്പുള്ള അവസ്ഥയിൽ നിന്നും അത് വളരെ നോർമലായ അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ മാറിയത് എങ്ങനെയാണ് എന്ന ഒരു പരിശോധന നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിന് നമ്മൾ വേറെ എവിടേക്കും പോകണ്ട, നമ്മുടെ ഓരോരുത്തരുടെയും തീന്മേശകളിലേക്ക് അല്ലെങ്കിൽ വീടകങ്ങളിലേക്ക് കടന്നു വന്നാൽ മതി. പലപ്പോഴായി അല്ലെ നമ്മൾ വീട്ടിൽ സിനിമ കാണും. എന്താണ് കഴിഞ്ഞ വർഷങ്ങളായി മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ 90% സിനിമകളുടെയും പ്രമേയം, അതിന്റെ അടിസ്ഥാന പ്രമേയം എന്താ? അതിലെ ആ സിനിമക്കൊരു എരിവും പുളി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ത്രില്ല് വേണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രണയം നിർബന്ധമാണ് അല്ലേ? ഒരു സിനിമ അത് നല്ല രൂപത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ അതിലൊരു പ്രണയം നിർബന്ധമാണ്. ആ പ്രണയമടങ്ങുന്ന എന്ന് വെച്ചാൽ അവിഹിത ബന്ധമടങ്ങുന്ന ഒരു സിനിമ നമ്മൾ പലപ്പോഴും കുടുംബസമേതം ഇരുന്ന് കാണും. കുടുംബസമേതാണ് നമ്മൾ സിനിമ കാണുക. ആ കുടുംബസമേതം നമ്മളത് കാണുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ആലോചിച്ച് നോക്കണം. അതായത് സിനിമയുടെ തുടക്കത്തിൽ ഒരു നായകനും നായികയും ഉണ്ടാകും. അവര് പരസ്പരം ഏതെങ്കിലും ഭാര്യാഭർത്താക്കന്മാരൊന്നും ആയിക്കൊള്ളുന്നില്ല. അങ്ങനെ രണ്ട് അപരിചിതരായ നായകനും നായികയും പരസ്പരം ഇഷ്ടപ്പെടുന്നു. അവർ അത്തരത്തിലുള്ള പ്രണയബന്ധങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അങ്ങനെയാണ് കഥ മുന്നോട്ട് പോവുക അല്ലെ? അത് ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാൻ, മക്കളും ഉമ്മയും ഉപ്പയും അതുപോലെ തന്നെ വേണമെങ്കിൽ ഉപ്പാപ്പയും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഈ വിഷയം കാണുകയാണ്. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഓഡിയോ വിഷ്വൽ മീഡിയയാണ് അല്ലെ? കാഴ്ചയിലൂടെയും കേൾവിയിലൂടെയും നമ്മുടെ മനസ്സിനെ, തലച്ചോറിനെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു മീഡിയയാണ് സിനിമ എന്ന് പറയുന്നത്. ആ സിനിമ 2-2.5 മണിക്കൂർ നമ്മൾ ഇരുന്ന് കാണുകയാണ്.
ഒരു പക്ഷേ ഇത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലടക്കം ഈ പറഞ്ഞ അവിഹിത ബന്ധം എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. അവിഹിത ബന്ധം തെറ്റാണ് എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവും. പക്ഷേ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന ആ 2-2.5 മണിക്കൂർ നമ്മൾ ആ ലോകത്തേക്ക് വലിച്ചിടക്കപ്പെടുകയാണ്. നമ്മളെല്ലാം മറന്നുകൊണ്ട് ആ സിനിമയുടെ ലോകത്തിലേക്ക് പോവുകയാണ്. എന്നിട്ട് നമ്മൾ പോലും, ഇത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന നമ്മൾ പോലും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചു പോവാണെന്ത്, എങ്ങനെയെങ്കിലും ആ പ്രണയം ഒന്ന് സഫലീകരിക്കപ്പെട്ടെങ്കിൽ, ചിലപ്പം പ്രാർത്ഥിച്ചു പോകും, എങ്ങനെയെങ്കിലും അവരൊന്ന് ഒന്നിച്ചിരുന്നെങ്കിൽ അല്ലേ. കാരണം എന്താ, അത്രമേൽ നമ്മുടെ തലച്ചോറിനെ അത് സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ 2-2.5 മണിക്കൂറെങ്കിലും നമ്മൾ ആ വിഷയത്തെ നോർമലൈസ് ചെയ്ത് അതൊരു പ്രശ്നമല്ല എന്ന ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് പ്രായമുള്ള, അത്യാവശ്യം വകതിരിവുള്ള മുതിർന്ന ആളുകളെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ ഇത് നമ്മുടെ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ചെറിയ കുട്ടികളും ഉണ്ടായിരുന്നു അല്ലേ. സിനിമ നമ്മൾ കാണുമ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ശരിയെന്നോ എന്താണ് തെറ്റിയെന്നോ വേർതിരിച്ചു മനസ്സിലാക്കാനുള്ള പ്രായമാകാത്ത കുട്ടികളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെങ്ങനെ കണ്ടത്? അവർ ഈ 2-2.5 മണിക്കൂർ ആ ഒരു ചിന്തയിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതൊരു നല്ലൊരു കാര്യമാണ്, എങ്ങനെയെങ്കിലും സംഭവിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. എന്ത് തെറ്റാണെന്ന് നമുക്ക് പലപ്പോഴും മാനസികമായി ഉറപ്പുള്ള, ധാർമ്മികമായി നമ്മൾ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം അതെങ്ങനെയെങ്കിലും നടന്നിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് 2.5 മണിക്കൂറെങ്കിലും നമ്മളെ കൊണ്ടുചെന്നെത്തിക്കാൻ ആ സിനിമകൾക്ക് സാധിച്ചു. ഞാൻ പറയുന്നത് ഏതെങ്കിലും ഒരു സിനിമനെ കുറിച്ചല്ല, ഏതെങ്കിലും ഒരു സിനിമ അങ്ങനെ ഇറങ്ങിയെന്നല്ല, മറിച്ച് ഈ കഴിഞ്ഞ കാലങ്ങളായി കേരളത്തിൽ, മലയാളത്തിൽ ഇറങ്ങിയ സിനിമകളുടെ ബഹുഭൂരിപക്ഷം തീമും അതിന്റെ അടിസ്ഥാന പ്രമേയവും ഇതായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഒരു സമൂഹം എന്ന നിലക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ തലച്ചോറിനെ സ്വാധീനിച്ചു കൊണ്ടിരുന്നത്. ഇനി പറയും, ഇങ്ങനെ നിരന്തരം ഇത്തരം കാര്യങ്ങൾ കാണുകയും അത്തരമൊരു മെസ്സേജ് തലച്ചോറിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തതിനു ശേഷം അങ്ങനെ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ആ രൂപത്തിൽ ചിന്തിക്കുന്ന യുവാക്കളുണ്ടായെങ്കിൽ പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അവരെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം എന്താ, ചെറുപ്പം തൊട്ടേ നമ്മൾ അവരെ കാണിച്ചത് ഈ അവിഹിത ബന്ധങ്ങളെ ഗ്ലോറിഫൈ ചെയ്യുന്ന, അത് വലിയൊരു സംഭവമാണ്, അത് നല്ലൊരു കാര്യമാണ് എന്ന് ചിന്തിപ്പിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് അവരെ നമ്മൾ ഫീഡ് ചെയ്തത്. അങ്ങനെ ഫീഡ് ചെയ്ത് അവർ ആ ചിന്താഗതിയുടെ വളർന്ന് അവർ കോളേജിലേക്ക് എത്തുമ്പോൾ അവർക്ക് പ്രണയമില്ലെങ്കിൽ, അവർക്ക് അവിഹിത ബന്ധങ്ങളില്ലെങ്കിൽ അതൊരു അത്ഭുതമാണ് അല്ലേ. എന്നിട്ടോ അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെയൊക്കെ കാണിച്ച് വളർത്തിയതിന് ശേഷം പിന്നെ അവസാനം അവർ വല്ല അവിഹിത ബന്ധങ്ങളുമായി നമ്മുടെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ പറയും, അതൊന്നും പറ്റൂല, അതിവിടെ പറ്റൂല, നമ്മുടെ വീട്ടിലത് ശരിയാവൂല, നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന്. ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം മാത്രം ഉദാഹരണം എടുക്കുക. അവിഹിത ബന്ധങ്ങൾ ഇന്ന് സമൂഹത്തിൽ വളരെയധികം വ്യാപിക്കുന്നു, കുടുംബ തകർച്ചകളിലേക്ക് എത്തുന്നു, കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമാകുന്നു, വിവാഹമോചനങ്ങൾ വർദ്ധിക്കുന്നു. ഇതൊക്കെ നമ്മൾ പ്രശ്നമായി പറയുമ്പോഴും അതിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചതെന്താ? ഇത്തരത്തിലുള്ള സിനിമകളിലൂടെ ഇത്തരം ആശയങ്ങൾ നമ്മുടെ തലയിലേക്ക് കയറിയതാണ്. ഇത് ഏതെങ്കിലും ഒരു ഉദാഹരണം മാത്രം എടുക്കണ്ട, ലഹരി എടുക്കാം അല്ലെ. ഇന്നെല്ലാവർക്കും ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് കുറച്ചാളുകൾക്കെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ലഹരി എടുക്കാം, മതഭേദമന്യേ, പാർട്ടി ഭേദമന്യേ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് ലഹരി തിന്മയാണ് എന്ന കാര്യം. ലഹരി തിന്മയാണ്. പക്ഷേ ഈ പറഞ്ഞ സിനിമകളിലേക്ക്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലേക്ക്, അതുപോലെ തന്നെ റീലുകളിലേക്ക്, ഷോർട്സിലേക്ക്, സോഷ്യൽ മീഡിയകളിലേക്ക് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ എന്താണ് ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകൾ? പലപ്പോഴും മലയാള സിനിമകൾ തന്നെ പരിശോധിച്ചു നോക്കിയാൽ അതിൽ കോമഡി രംഗങ്ങൾ പലപ്പോഴും എന്തെങ്കിലും ഒരു കള്ളുകുടി രംഗമായിരിക്കും. ഒരു കള്ളുകുടി രംഗവുമായി ബന്ധപ്പെടുത്തി അതിനോട് റിലേറ്റ് ചെയ്തുകൊണ്ട് നായകനും അതുപോലെയുള്ള പിന്നെ അഭിനേതാക്കളൊക്കെ തമാശകൾ പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു, നമ്മളത് ആസ്വദിക്കുന്നു. ഞാൻ പറയട്ടെ, ഈ പരപ്പനങ്ങാടി ടൗണിൽ ഏതെങ്കിലും കുറെ ആളുകൾ അവർ ഒരു ഫ്ലക്സ് വെക്കുകയാണെന്ന് വിചാരിക്കുക, ലഹരി ഉപയോഗം തിന്മയല്ല എന്ന് പറഞ്ഞൊരു ഫ്ലക്സ് വെച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ ഭയങ്കര പ്രശ്നത്തിൽ, അതൊന്നും ശരിയാവൂല, അത് ആ ഫ്ലക്സ് പെട്ടെന്ന് കീറണം എന്നൊക്കെ പറഞ്ഞ് നമ്മളതിൽ ഇടപെടും അല്ലേ. ശരിയാണ്, അത് നമ്മുടെ കുട്ടികളൊക്കെ അത് കണ്ടാൽ പ്രശ്നമാണ്, അവർക്ക് അത്തരത്തിലെ ചിന്ത ഉണ്ടാവുക എന്നുള്ളത് പ്രശ്നം തന്നെയാണ്. പക്ഷേ ഞാൻ വേറൊരു കേസ് പറയാം. ഈ ഫ്ലക്സ് വെക്കുക എന്നുള്ളത്, അത് കുട്ടികൾ വായിക്കുക എന്നുള്ളത് പ്രശ്നമാണെങ്കിൽ
ഇനി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വീണ്ടും തിരിച്ചു വരിക. നമ്മുടെ വീട്ടകങ്ങളിൽ, നമ്മുടെ സ്വീകരണ മുറിയിൽ നമ്മൾ കുടുംബസമേതം ഒരു സിനിമ കാണുകയാണ്. ആ സിനിമയിൽ ഈ പറഞ്ഞ കള്ളുകുടി രംഗമുണ്ട് എന്ന് സങ്കല്പിക്കുക. നമ്മുടെ കൂടെ ഒരു 6 വയസ്സുള്ള നമ്മുടെ ചെറിയ മകൻ അല്ലെങ്കിൽ മകൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സിനിമയിൽ കള്ളുകുടി രംഗം നമ്മൾ കാണുകയാണ്, അല്ലെങ്കിൽ അത് സ്ക്രീനിൽ തെളിയുകയാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ചിന്തയിലൂടെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ആ കുട്ടി സ്ക്രീനിൽ കാണുന്നത് എന്താ? സ്ക്രീനിൽ കാണുന്നത് ആ സിനിമയിലുള്ള ആളുകൾ അവർ കള്ളുകുടിച്ച് രസിക്കുന്ന രംഗം സ്ക്രീനിൽ കാണുക. ആ കുട്ടി സ്വന്തം ഉപ്പയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയാണ്. അതൊരു കോമഡി രംഗാണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ആസ്വദിച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ഉമ്മ ചിരിക്കുകയായിരിക്കും, ഉപ്പ ചിരിച്ച് മങ്ങുകപ്പായിരിക്കും, അല്ലെ? അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും ചോദിക്കട്ടെ, ഒരു 6 വയസ്സുകാരന്റെ ചിന്തയിലൂടെ നമ്മളൊന്ന് കടന്നു പോവുക. അവൻ സ്ക്രീനിൽ കാണുന്നത് എന്താ? ഈ പറഞ്ഞ കള്ളുകൂടി രംഗാണ്. അവൻ ഉമ്മയെ നോക്കുമ്പോൾ, ഉപ്പയെ നോക്കുമ്പോൾ അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെയാണ് കാണുന്നത്. ഇത് ഈ 6 വയസ്സുകാരന്റെ 7 വയസ്സുകാരന്റെ ചിന്തയിലേക്ക്, തലച്ചോറിലേക്ക് രജിസ്റ്റർ ചെയ്യുന്ന ആശയം എന്തായിരിക്കും? സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന് പറയുന്ന കാര്യം എൻ്റെ ഉപ്പയും ഉമ്മയും ആസ്വദിച്ച് കാണുന്നത് പോലെ അത്രമേൽ ലാഘവത്തോടുകൂടി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ പരപ്പനങ്ങാടി ടൗണിൽ പോയി ഒരു സർബത്ത് കുടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ അതിനേക്കാൾ ലാഘവത്തോടുകൂടി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ലഹരി ഉപയോഗം എന്ന ചിന്തയാണ് ചെറിയ കുട്ടികളിൽ ഉണ്ടാവുക. ഇങ്ങനെയുള്ള ലഹരിയെ തമാശയാക്കുന്ന, നോർമലാക്കുന്ന, അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന, ലഹരി ഉപയോഗിക്കുന്നവർ ഹീറോകളാകുന്ന, അവർ ചെയ്യുന്നത് ഹീറോയിസമാകുന്ന അനേകം സിനിമകളാണ് നമ്മൾ ഒരുമിച്ച് നമ്മുടെ കുട്ടികളുടെ കൂടെ കണ്ടത്. അങ്ങനെ കണ്ട് കുട്ടികൾക്കൊക്കെ അതൊക്കെ വളരെ നോർമലാണ്, അതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു ഹീറോയിസമാണ്, അതൊക്കെ ഒരു തമാശയാണ് എന്നൊക്കെയുള്ള ചിന്ത അവരുടെ തലച്ചോറിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ പറയാണ് ലഹരി ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിക്കാൻ പാടില്ല, അത് ഭയങ്കര പ്രശ്നമാണ്, അത് അധാർമികമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? കാരണം എന്താ? നമ്മളും അവരും ഒരുമിച്ചിരുന്ന് കണ്ട സിനിമകളിലൂടെ അവർ പഠിച്ചെടുത്ത ഒരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയാണ് ലഹരി എന്ന് പറയുന്നത് ഹീറോയിസമാണ്, അല്ലെങ്കിൽ അതൊരു വളരെ നോർമലായ കാര്യമാണ് എന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലാണ് നമ്മുടെ സമൂഹത്തിലേക്ക്, നമ്മുടെ ചിന്തകളിലേക്ക് തിന്മകൾ കടന്നു വരുന്നത്. സാമൂഹികമായി നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന, നമ്മൾ പ്രശ്നമാക്കി മനസ്സിലാക്കുന്ന ഏതേത് തിന്മകളുണ്ടോ അതെല്ലാം കടന്നു വരാൻ ഇങ്ങനെയുള്ള ഓരോ റൂട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ സിനിമകൾ, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ, ഇന്ന് സിനിമകളെക്കാൾ കുട്ടികളെ അടക്കം സ്വാധീനിക്കുന്നത് സോഷ്യൽ മീഡിയയാണ്. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ കുറെ ആൾക്കാരുണ്ട്. സിനിമകളിലാകുമ്പോൾ പണ്ട് ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു 2-2.5 മണിക്കൂർ അവർ സ്ക്രീനിൽ നിറഞ്ഞാടും. ആ സമയത്ത് നമ്മളെ പല രൂപത്തിൽ സ്വാധീനിക്കും. പക്ഷേ ആ 2-2.5 മണിക്കൂറുള്ള സിനിമ കഴിഞ്ഞാൽ പിന്നെ വല്ലാതെ സ്വാധീനിക്കാൻ വഴിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ 24 മണിക്കൂറും നമ്മളുടെ മക്കളുടെ സ്ക്രീനുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അവരുടെ റീലുകളിലൂടെ, അവരുടെ സ്റ്റോറികളിലൂടെ അവരുടെ ജീവിതം അവർ പ്രദർശിപ്പിക്കുകയാണ്. അവർ ഈ കുട്ടികളെ അത്രമേൽ വലിയ രൂപത്തിൽ സ്വാധീനിക്കുകയാണ്. അവർ പറയുന്ന കാര്യങ്ങൾ എന്താ? അവർ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രതിലോമകരമായ ആശയങ്ങൾ കൂടിയാണ്, അല്ലെ? ഇന്റർവ്യൂകളായിക്കൊണ്ട് ഇൻഫ്ലുവൻസർമാരിലൂടെ ഇത്തരം ആശയങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു ഉദാഹരണം കൂടി പറയാം, നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ. നമ്മൾ എല്ലാവരും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി നമ്മുടെ വീട്ടിലുള്ള ഒരു 20 മുതൽ 25 വയസ്സ് വരെ, അല്ലെങ്കിൽ 18 മുതൽ 25 വയസ്സ് വരെയുള്ള നമ്മുടെ മക്കളോട് വിവാഹത്തെക്കുറിച്ചൊന്ന് സംസാരിച്ചു നോക്കുക. വിവാഹത്തെക്കുറിച്ച്, മോളെ വിവാഹം കഴിക്കണ്ടേ, എന്താ നിന്റെ ഒരു താല്പര്യം, എന്താ നിന്റെ ഒരു പിന്നെ കാഴ്ചപ്പാട് എന്നൊന്ന് ചോദിച്ചു നോക്കുക. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഒരു 80% കുട്ടികളെങ്കിലും ഇപ്പൊ വേണ്ട, ഇപ്പൊ വലിയ താല്പര്യമില്ല. ഒരു 30% കുട്ടികളെങ്കിലും എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് പറയും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല, കൃത്യമായി മലയാളി സമൂഹത്തിൽ ഗാമോഫോബിയ, അതായത് വിവാഹത്തോടുള്ള വിരക്തി, അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് പഠനങ്ങളിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോഴും നമ്മളെന്താ ചിന്തിക്കുക? എൻ്റെ മോക്ക് കല്യാണത്തിന് താല്പര്യമില്ല,
എൻ്റെ മോന് കല്യാണത്തിന് താല്പര്യമില്ല, എന്താണെന്നറിയില്ല അല്ലേ? ആ കുട്ടിൻ്റെ എന്തോ ഒരു വ്യക്തിപരമായ താല്പര്യം എന്ന നിലക്കാണ് നമ്മളതിനെ മനസ്സിലാക്കുക. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? എന്തുകൊണ്ടാണ് പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക് കൂടുതലായി വിവാഹത്തോട് വിരക്തി വരാൻ കാരണം? അതിനു പിന്നിലും കാരണങ്ങൾ അന്വേഷിച്ചു പോയാൽ നമുക്കൊരുപാട് കാരണങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നു നോക്കുക. സോഷ്യൽ മീഡിയയിൽ നടന്മാരും നടിമാരും അതുപോലെയുള്ള ആളുകളുമൊക്കെ അവരുടെ ജീവിതവും മറ്റും തുറന്നു പറയുന്ന ഒരുപാട് ഇന്റർവ്യൂകളും മറ്റും കാണാൻ സാധിക്കും. അതിലൊക്കെ നമുക്ക് സ്ഥിരമായി കേൾക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ? വിവാഹം വേണ്ടട്ടോ. പുതിയ തലമുറയോടുള്ള ഉപദേശം, വിവാഹം വേണ്ടട്ടോ, നിങ്ങൾ കല്യാണം കഴിക്കണ്ടട്ടോ. കല്യാണം കഴിച്ചാൽ അതോടുകൂടി നിങ്ങളുടെ സ്വാതന്ത്ര്യം ഇല്ലാതായി പോകും, അതോടുകൂടി നിങ്ങളുടെ ജീവിതം തീരും. കെട്ടുക എന്ന് പറഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ജീവിതം കെട്ടിപ്പൂട്ടുക എന്നുള്ളതാണ് അല്ലേ? ഇങ്ങനെ പറയുന്ന അനേകം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസുകൾ. അതുപോലെ തന്നെ നമ്മുടെ സിലബസുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കപ്പെടുന്ന സിലബസുകളിൽ മാരേജ് എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്നത് അതില്ലാതാക്കേണ്ടുന്ന ഒരു കാര്യമാണ് എന്ന കാര്യം നമ്മുടെ സിലബസുകളിൽ, കോളേജുകളിൽ, ക്ലാസ് മുറികളിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സിനിമകൾ എടുത്തു നോക്കുക അല്ലേ? ഈ അടുത്ത് ഇറങ്ങിയിട്ടുള്ള പല മലയാള സിനിമകളുടെയും തീം എന്ന് പറയുന്നത് കുടുംബം എന്ന് പറയുന്ന വലിയൊരു പ്രശ്നത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്, വിവാഹം എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നമാണ്. അതോടുകൂടി നിങ്ങളുടെ എല്ലാ ആസ്വാദനവും ഇല്ലാതാവാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഓരോന്നായി നമ്മൾ കാണുമ്പോൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മളെ മോൻ എന്തോ ഒരു പ്രശ്നമാണ്, നമ്മുടെ മോക്ക് മാത്രമായിട്ട് എന്തോ ഒരു പ്രശ്നമാണ് എന്നാണ്. അല്ല, ഇത് ഒരു എല്ലാവരെയും ബാധിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ മക്കൾ അശ്ലീല പദപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ മാത്രമല്ല, സമൂഹത്തിൽ വലിയൊരു വിഭാഗം മക്കൾ അങ്ങനെ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മക്കൾക്ക് അവിഹിത ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്ക് മാത്രമല്ല, സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തിനെ അത് ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ മക്കൾ ലഹരിയുമായി ഏതെങ്കിലും രൂപത്തിൽ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മക്കൾ മാത്രമല്ല, സമൂഹത്തിൽ വലിയൊരു വിഭാഗത്തെ അത് ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഏതേത് തിന്മകളെയും നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സമൂഹത്തെ മൊത്തത്തിൽ തന്നെ അത് ബാധിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ അതിൻ്റെ ആശയ പരിസരത്തിലേക്ക് പോകേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് വ്യാപിച്ചത്? എന്തുകൊണ്ടാണ് സിനിമകളിലൂടെയും റീലുകളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെ തന്നെ ചിലപ്പോഴൊക്കെ ടെക്സ്റ്റ് ബുക്കുകളിലൂടെ അടക്കം ഇത്തരം ആശയങ്ങൾ നമ്മുടെ പുതിയ തലമുറയുടെ തലച്ചോറിലേക്ക് കയറ്റാൻ ആരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്? ഇത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അവിടെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന മതം, യുക്തി, ശാസ്ത്രം പോലെയുള്ള വിഷയങ്ങളുടെ പ്രസക്തി അവിടേക്കാണ് കടന്നു വരുന്നത്. ഇതൊന്നും യാദൃശ്ചികമല്ല. ഏതെങ്കിലും കുറച്ച് സിനിമകൾ അങ്ങനെ എടുത്തുപോയി, അല്ലെങ്കിൽ ഏതെങ്കിലും ചില ടെക്സ്റ്റ് ബുക്കുകളിൽ അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായിപ്പോയി, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരൊക്കെ അങ്ങനെ പോസ്റ്റ് ചെയ്തു പോയി, അങ്ങനെയല്ല. മറിച്ച് കൃത്യമായ ചില ആശയ അടിത്തറകൾ ഇത്തരം വിഷയങ്ങളുടെ പിന്നിലുണ്ട്. ആ ആശയ അടിത്തറകൾ, അതിനെ പൊതുവിൽ നമ്മൾ സൂചിപ്പിക്കുന്ന പേരാണ് ലിബറലിസം എന്ന് പറയുന്നത്. പലപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ആൾക്കാർ ലിബറലിസം എന്നൊക്കെ പറഞ്ഞാൽ അതെന്തോ വലിയ ഒരു സംഭവമാണ്, യൂറോപ്പിലൊക്കെ ഉണ്ടായിരുന്ന എന്തോ ഒരു കാര്യം തോന്നുന്നുണ്ട് അല്ലേ? അല്ല, ഞാൻ പറയുന്നത് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചില്ലേ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെ കുറിച്ച്, നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, ഈ സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള തിന്മകളെ കുറിച്ച് നമ്മൾ കുറെ സംസാരിച്ചില്ലേ? അതിൻ്റെയൊക്കെ പിന്നിലുള്ള ആശയത്തെയാണ് നമ്മൾ ലിബറലിസം എന്ന് വിളിക്കുന്നത്. എന്താണ് ലിബറലിസം? നമുക്കറിയാം, നമ്മുടെ സമൂഹം കുറച്ച് കാലം മുമ്പെങ്കിലും ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് നമ്മൾ ആലോചിച്ചിരുന്നത്, നമ്മൾ ചിന്തിച്ചിരുന്നത് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. നമ്മെ സൃഷ്ടിച്ച ഒരു പടച്ചവനുണ്ട്, ആ പടച്ചവൻ എല്ലാം അറിയാം. ആ എല്ലാം അറിയുന്ന പടച്ചവൻ നമുക്ക് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പഠിപ്പിച്ചു തന്നു എന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്തുള്ള ധാർമ്മികതയിലും സംസ്കാരത്തിലുമായിരുന്നു നമ്മൾ ജീവിച്ചു പോന്നിരുന്നത്. പക്ഷേ ഏതാനും ചില വർഷങ്ങൾക്കുള്ളിൽ അതിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി. എന്താണ് ആ മാറ്റത്തിന്റെ അടിസ്ഥാനം? അവർ പറഞ്ഞു, മതത്തിന്റെ ഒന്നും ആവശ്യമില്ല, മതത്തിന്റെ ആവശ്യമില്ല, ശരിയും തെറ്റും വേർതിരിക്കാൻ മതമൊന്നും വേണ്ട, ഖുർആൻ വേണ്ട, ഹദീസ് വേണ്ട, മതഗ്രന്ഥങ്ങൾ വേണ്ട, മറിച്ച് നമ്മൾ നമ്മുടെ യുക്തിക്കനുസരിച്ച് ചിന്തിച്ച് ശരിയും തെറ്റും വേർതിരിക്കാൻ സാധിക്കും എന്ന ഒരു ചിന്തയുണ്ടായി. പലപ്പോഴും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഏകദേശം എല്ലാവർക്കും സുപരിചിതമായ ഒരു പദമാണ് നിരീശ്വരവാദം എന്നുള്ളത്. നിരീശ്വരവാദം എല്ലാവർക്കും പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാവും. എന്താ നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ? നിരീശ്വരവാദം എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന വിശ്വാസമാണ്.
ദൈവമില്ല എന്ന വിശ്വാസത്തെയാണ് നിരീശ്വരവാദം എന്ന് നമ്മൾ പറയാം, അല്ലേ? പക്ഷേ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ചല്ല, അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ദൈവമില്ല എന്ന വിശ്വാസം അത് സമൂഹത്തിൽ പടർത്താൻ, അതിനുവേണ്ടി സംസാരിക്കാൻ, അതിനുവേണ്ടി സംവാദം നടത്താൻ ഇവിടെയുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് ആളുകളെ സ്വാധീനിച്ചോ? ഇല്ല. ഇവിടെ 1970-കളിലൊക്കെ യുക്തിവാദികൾ എന്ന് പറയുന്ന ആളുകൾ വലിയ രൂപത്തിൽ പ്രോഗ്രാമുകളായി, അതുപോലെ തന്നെ ലേഖനങ്ങളായി, സംവാദങ്ങൾ. നാം പറഞ്ഞു വന്നത് നിരീശ്വരവാദം എന്ന ദൈവമില്ലെന്ന വാദം, ദൈവമില്ലെന്ന വിശ്വാസം വളരെ മുമ്പേ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൂടുതൽ ആളുകളെയൊന്നും സ്വാധീനിക്കാൻ അതിന് സാധിച്ചിരുന്നില്ല. കാരണം എന്താ? വളരെ സിമ്പിളാണ്. കാരണം ആളുകളെ സ്വാധീനിക്കാൻ മാത്രമുള്ള ഒരു യുക്തി അതിലുണ്ടായിരുന്നില്ല. കാരണം എന്താ? അവർ പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ വിശ്വാസികളായിരിക്കുന്ന ആളുകൾ സ്വയം ആലോചിച്ച് നോക്കുക. നിങ്ങളോടൊരു നിരീശ്വരവാദി വന്ന് പറയാണ് ദൈവമൊന്നുമില്ല, മതൊക്കെ വെറുതെയാണ്, ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഉത്തരം എന്തായിരിക്കും? ഞാൻ ഉറപ്പിച്ചു പറയുന്നു, എല്ലാവർക്കും എന്തെങ്കിലും ഒരു ഉത്തരം വന്നിട്ടുണ്ടാവും. കാരണം എന്താ? വളരെ
ചെറിയ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ പോലും നമുക്ക് ഒരുപാട് തിരിച്ചുത്തരം ഉണ്ടാവും. കാരണം എന്താ? ദൈവമൊന്നുമില്ലെങ്കിൽ ഈ മഹാപ്രപഞ്ചം ഇത്രയും കോംപ്ലക്സ് ആയ, ഇത്രയും വിശാലമായ, ഇത്രയും കൃത്യമായ, ഇത്രയും വ്യവസ്ഥാപിതമായ ഈ പ്രപഞ്ചം ദൈവമില്ലെങ്കിൽ പിന്നെ എങ്ങനെയുണ്ടായി എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. നമ്മൾ തിരിച്ചു ചോദിക്കും, ഇതൊക്കെ പിന്നെ തനിയെ ഉണ്ടായതാണോ? എങ്ങനെയാണ് ഇത് ഉണ്ടായത്? എങ്ങനെയാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന ഒരു ചോദ്യം നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം നമ്മൾ ചോദിക്കും. അതുകൊണ്ട് തന്നെ യുക്തിരഹിതമായ ഒരു വാദമായതുകൊണ്ട് തന്നെ നിരീശ്വരവാദത്തിന് മനുഷ്യരെ സ്വാധീനിക്കാനുള്ള കഴിവ് വളരെ കുറവാണ്. അതുകൊണ്ട് നിരീശ്വരവാദം നേരിട്ട് മനുഷ്യരെ സ്വാധീനിക്കാൻ കഴിയാത്ത ഒന്നാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇന്ന് അത് മറ്റൊരു രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ജീവിതങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക് സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാ? അതിന്റെ പേരാണ് ലിബറലിസം. എന്താണ് ഈ ലിബറലിസം ചെയ്യുക? ലിബറലിസം ഒരിക്കലും നിങ്ങളോട് ആരോടും വന്ന് ഒരു ക്ലാസ് എടുക്കൂല. ദൈവമില്ലെന്ന് അവർ നിങ്ങളോട് വന്ന് പറയില്ല, നിങ്ങളോട് ക്ലാസ് എടുക്കില്ല. അവർ പറയും ദൈവമൊക്കെ ഉണ്ടായിക്കോട്ടെ, മതമൊക്കെ ഉണ്ടായിക്കോട്ടെ. പക്ഷേ അവർ ചെയ്യുന്ന ചില കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ, മതപരമായി ശരിയാണെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങളെ അത് തെറ്റാണെന്ന് മനുഷ്യനെ തോന്നിപ്പിക്കുക, മതപരമായി തെറ്റായ കാര്യങ്ങളെ ശരിയാണെന്ന് മനുഷ്യരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ മനുഷ്യന്റെ മനസ്സിനെ ധാർമ്മികമായി ഹൈജാക്ക് ചെയ്യുക എന്നതാണ് ലിബറലിസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്താലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ മതപരമായി തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം നമ്മളെ കൊണ്ട് തന്നെ ചിന്തിപ്പിക്കുന്നത് അതൊന്നും വലിയ കുഴപ്പമില്ല. പിന്നെ അവസാനം നമ്മുടെ ചിന്ത അടക്കം ചെയ്യും, അതൊന്നും കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കുഴപ്പമില്ലാത്ത കുറേ കാര്യങ്ങൾ കുഴപ്പമാണെന്ന് പറയാനുള്ള ഒരു സാധനമാണ് മതം, അതൊന്നും ഒരു കാര്യമില്ലാത്തൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് അവസാനം നമ്മുടെ ജീവിതത്തിൽ നിന്നും മതം പതിയെ പതിയെ ഇല്ലാതാവും. രണ്ടിന്റെയും അവസാന റിസൾട്ട്, എൻഡ് റിസൾട്ട് എന്ന് പറയുന്ന ഒന്ന് തന്നെയാണ്, മതമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോവുക. പക്ഷേ നിരീശ്വരവാദം അതെങ്ങനെ ചെയ്യുക? നിരീശ്വരവാദം നേരിട്ട് വന്നിട്ട് പറയും ദൈവമില്ല, മതം വേണ്ട, നിങ്ങൾ അതൊന്നും വിശ്വസിക്കേണ്ടതില്ല എന്ന് പറയും. നമ്മൾ തിരിച്ചെന്തെങ്കിലും ചോദിക്കും, അത് അവരങ്ങ് പോകും. ലിബറലിസം എന്താ ചെയ്യുക? നമ്മളെ കൊണ്ട് നമ്മളറിയാതെ നമ്മുടെ മനസ്സിൽ ചില ചിന്തകൾ ഇടിപ്പിക്കും. അത് പതിയെ പതിയെ നമ്മളെ മതവിരുദ്ധരാക്കി അല്ലെങ്കിൽ മതത്തിൽ നിന്നും അകലുന്നവരാക്കി മാറ്റും. അതിന്റെ ഉദാഹരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം അതിനുള്ള ഉദാഹരണങ്ങളാണ്. കാരണം എന്താ? അവിഹിത ബന്ധങ്ങൾ, വിവാഹത്തിന് മുമ്പോ വിവാഹത്തിന് ശേഷമോ ഉള്ള അവിഹിതമായ ബന്ധങ്ങൾ തെറ്റാണ്, ഹറാമാണ്, ഫാഹിഷത്താണ് എന്ന് മതം യാതൊരു സംശയത്തിനുമിടയില്ലാത്ത രൂപത്തിൽ മതം മനുഷ്യനെ പഠിപ്പിക്കുന്നു. അതെന്ത് ചെയ്തു? സിനിമകളിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, റീലുകളിലൂടെ, നോവലുകളിലൂടെ നമ്മുടെ തലച്ചോറ് നമ്മളറിയാതെ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചു അതൊക്കെ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ അതൊക്കെ ഒരു നല്ലൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് അതില്ലാത്ത ആൾക്കാരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മതം തെറ്റാണെന്ന് പറഞ്ഞ ഒരു കാര്യത്തെ അത്ര വലിയ തെറ്റൊന്നുമല്ല എന്ന് ആദ്യം ചിന്തിപ്പിക്കുകയും പിന്നെ അതൊക്കെ ഒരു നോർമലായ ഒരു കാര്യമാണ് എന്ന് പതിയെ ചിന്തിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ചിന്തിപ്പിച്ചതിന് ശേഷം പിന്നെ അവസാനം നോക്കുക, കണ്ടോ, മതം ഒരു കുഴപ്പമില്ലാത്ത കാര്യത്തെ തെറ്റാണെന്ന് പറയുന്ന, നമ്മളെ അടിച്ചമർത്തുന്ന, നമ്മളെ ഇല്ലാതാക്കുന്ന, നമ്മുടെ സ്വാതന്ത്ര്യത്തെ ലിമിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് മതം എന്ന് പിന്നെ പറയും. അതോടുകൂടി മനുഷ്യൻ മതത്തിൽ നിന്നകലും. ഇങ്ങനെയുള്ള ഏത് ഉദാഹരണങ്ങൾ എടുക്കാം, ഏതേത് ഉദാഹരണം. സ്വവർഗരതി എന്നാലോചിച്ച് നോക്കുക. ഒരു 10 വർഷം മുമ്പ് കേരളത്തിൽ സ്വവർഗരതി എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ അതൊരു മോശം കാര്യമാണ് എല്ലാവരും പറയും. ഇന്നോ സ്വവർഗരതി തെറ്റാണെന്ന് പറയുന്നത് ആൾക്കാരെ പിടിച്ചിട്ട് നിങ്ങൾ അങ്ങനൊക്കെ പറയോ, എന്തിനാ അങ്ങനൊക്കെ പറയുന്നത് അല്ലേ? എന്താ സംഭവം? സ്വവർഗരതി എന്ന് പറയുന്ന ഒരു കാര്യം, ആണും അല്ലെങ്കിൽ പെണ്ണും തമ്മിലുള്ള അത്തരത്തിലുള്ള ബന്ധങ്ങൾ അത് കുഴപ്പമില്ല എന്ന് നമ്മളെ കൊണ്ട് നമ്മളറിയാതെ ചിന്തിപ്പിച്ചു. എന്നിട്ട് അതിനുശേഷം പറയാണ്, കണ്ടോ, മതം ഇതൊക്കെ ഹറാമാക്കിയിരിക്കുന്നു, ഇതൊക്കെ വിലക്കിയിരിക്കുന്നു, മതം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിനെതിരാകുന്നു. അശ്ലീലം അല്ലേ? അശ്ലീലം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ മുതിർന്ന ആൾക്കാരൊക്കെ ചിന്തിക്കും ഇതൊന്നും ഇന്നക്കാലത്ത് മാത്രമല്ല, പണ്ടും അശ്ലീലം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഇന്ന് അശ്ലീലം കാണുന്നവർ അത് കാണുകയും അത് പറയുകയും ചെയ്യുന്നത് അവരുടെ അവകാശമായിട്ടാണ്. പണ്ട് അശ്ലീലം കണ്ട ആൾക്കാര് പാത്തും പതുങ്ങിയായിരുന്നു പോയിരുന്നത്, അത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടായിരുന്നു അത് ചെയ്തത് അല്ലേ? പണ്ട് അശ്ലീലം കണ്ടത് എങ്ങനെയാ? ആരും കാണാതെ വല്ല CD ഒപ്പിച്ച്, ആളില്ലാത്ത വല്ല ഏതെങ്കിലും ബിൽഡിങ്ങുകളിലേക്ക് പോയി, അല്ലെങ്കിൽ ആളില്ലാത്ത റൂമിൽ പോയി കുറ്റിയടച്ച് വേറെ ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിക്കൊണ്ടായിരുന്നു പണ്ട് അശ്ലീലം കണ്ടതെങ്കിൽ, ഇന്ന്
നമ്മുടെ കേരളത്തിലുള്ള ക്യാമ്പസുകളിൽ, ഞാൻ വേറെ എവിടെയുള്ള കാര്യമല്ല പറയുന്നത്, കേരളത്തിലുള്ള ക്യാമ്പസുകളിൽ പോണോഗ്രഫി ഡേകൾ ആചരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പോണോഗ്രഫി ഡേ, അശ്ലീല സിനിമകളുടെ ദിവസം. കുട്ടികളൊക്കെ അത് ആസ്വദിക്കാൻ അല്ലെങ്കിൽ അത് ആചരിക്കാൻ, എന്നിട്ട് പറയാണ് പോണോഗ്രഫി കാണുക എന്നത് നമ്മുടെ അവകാശമാകുന്നു. ഇതാണ് വ്യത്യാസം. പണ്ടും തിന്മകൾ ഉണ്ടായിരുന്നു, പണ്ടും അവിഹിതം ഉണ്ടായിരുന്നു, പക്ഷെ ആളറിയാതെ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. ഇന്നും അവിഹിതം അത് അവകാശമായിക്കൊണ്ടാണ്. പണ്ടും തിന്മകൾ ഉണ്ടായിരുന്നു, പക്ഷേ ആ തിന്മകളാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടായിരുന്നു ചെയ്തത്. ഇന്ന് തിന്മകളുണ്ട്, പക്ഷെ അത് അവകാശങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ തിന്മകളുള്ളത്. അതാണ് വ്യത്യാസം. പണ്ടും അവിഹിതം ഉണ്ടായിരുന്നു, പക്ഷെ അത് അവിഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആളറിയാതെ പാത്തും പതുങ്ങിയായിരുന്നു ചെയ്തത്. ഇന്നത് അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. പണ്ടും അശ്ലീലം കണ്ടിരുന്നു, അത് ആളറിയാതെ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു ചെയ്തത്. ഇന്നും അശ്ലീലമുണ്ട്, പക്ഷെ അത് അവകാശമാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലെ? ഇങ്ങനെയുള്ള ഏതേത് തിന്മകളെ പരിശോധിച്ചു നോക്കിയാലും അതൊക്കെ തങ്ങളുടെ അവകാശമാണ്, തങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, അത് ഞങ്ങളുടെ അവകാശമാണെന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് ആ തിന്മകൾ ഇന്നത്തെ പുതിയ തലമുറയുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നത്. അവിടെയാണ് ഇതിന്റെ പ്രശ്നം. ഒരു കാര്യം എന്റെ അവകാശമാണ് എന്ന് സിനിമകളിലൂടെ, റീലുകളിലൂടെ അവന്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രൂപത്തിൽ അവനെ പഠിപ്പിച്ചതിന് ശേഷം പിന്നെ അവനോട് പറയാണ്, കണ്ടോ ഇങ്ങനെ കുറെ അവകാശമുണ്ട്. എന്താ? അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാനുള്ള അവകാശം, ലഹരി ഉപയോഗിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ സാമൂഹികമായി ശരിയല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാനുള്ള അവകാശം. ഇതൊക്കെ അവകാശമുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ഇനി നീ ഒന്ന് ഖുർആൻ ക്ലാസ്സിന് പോയി നോക്ക്. ഖുർആൻ ക്ലാസ്സിന് പോയാൽ അവിടെ പറയും സ്വവർഗരതി തെറ്റാകുന്നു, അവിഹിത ബന്ധങ്ങൾ തെറ്റാകുന്നു, അശ്ലീലം കാണാൻ പാടില്ല, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ പാടില്ല എന്ന് പറയും. അപ്പൊ അവൻ ചിന്തിക്കുന്ന എന്താ? കണ്ടോ, അവകാശങ്ങളായ സ്വാതന്ത്ര്യങ്ങളായ കുറെ കാര്യം ഈ മതം പറ്റൂല 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 എന്ന് പറയുന്നു. ഒക്കെ ഹറാമാക്കുകയാണ്, ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ശ്വാസം മുട്ടിക്കുകയാണ്. അല്ലേ? ഇങ്ങനെ പതിയെ പുതിയ തലമുറയെ ധാർമ്മികതയിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്നും പതിയെ അവരെ അകറ്റുകയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ സാമൂഹികമായ പ്രശ്നങ്ങൾ ഓരോന്ന് പരിശോധിച്ചു നോക്കിയാലും അതിന്റെ എല്ലാം നാരായ വേര് കിടക്കുന്നത് ഈ ആശയത്തിലാണ്. ഇതൊന്നും തനിയെ ഉണ്ടായതല്ല, ഇതൊന്നും യാദൃശ്ചികമായി സംഭവിച്ച മാറ്റങ്ങളല്ല, മറിച്ച് ഈ ഇത്തരത്തിലുള്ള ഒരു ആശയം, സ്വാതന്ത്ര്യം എന്ന പേരിൽ, അവകാശങ്ങൾ എന്ന പേരിൽ ഏത് തിന്മകളെയും ന്യായീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു മാനസികാവസ്ഥ മനുഷ്യനുണ്ടാക്കിയ ഈ ഒരു ആശയമാണ് ഈ പ്രശ്നങ്ങളുടെ എല്ലാം മൂലകാരണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആ അവകാശങ്ങൾക്ക്, ആ സ്വാതന്ത്ര്യത്തിന് അവർ ചില ന്യായങ്ങളും നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചില ന്യായങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇതെല്ലാം തെറ്റല്ല എന്നുള്ളത് അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും ലിബറലിസത്തിന്റെ ക്ലാസ്സിലൂടെയല്ല, മറിച്ച് നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ, സിനിമകളിലൂടെ നമ്മളറിയാതെ നമ്മുടെ മനസ്സിലേക്ക് അത്തരം ആശയങ്ങൾ സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഏതെങ്കിലും ചില കാര്യങ്ങൾ അത് തിന്മയാണെന്ന് പറയുമ്പോൾ അതെങ്ങനെ തിന്മയാകുന്നത്? അതുകൊണ്ട് ഇപ്പം എന്താ കുഴപ്പം? അത് സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നതല്ലേ? ഇങ്ങനെയുള്ള ഒരുപാട് ന്യായങ്ങൾ നമ്മൾ തിരിച്ചു കേൾക്കുന്നത് ഒരു പക്ഷേ നമ്മൾ പോലും പറഞ്ഞു പോകുന്നു. നമ്മുടെ മനസ്സിനെ അടക്കം ഇത്തരം ആശയങ്ങൾ സ്വാധീനിച്ചത് കൊണ്ടാണ്. ഇൻഷാ അല്ലാഹ് അത്തരം ആശയങ്ങളുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇശാ നിസ്കാരത്തിന് ശേഷം നമുക്ക് കൂടുതൽ സംസാരിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നിസ്കരിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ എല്ലാവരും തിരിച്ചെത്തുക. ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരത്തിന് വേണ്ടി നമ്മൾ പിരിയുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരന്മാരെ, എത്രയും പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് 7:40 7:45 നമുക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യണം. ഇനി ബഹുമാനിയായ മുജാഹിദ് ബാദിഷയുടെ പ്രസംഗമുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഉടനെ തന്നെ സദസ്സ് ഭംഗിയാക്കി തരണം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.
സഹോദരന്മാരെ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തിച്ചേരുക. നമുക്ക് പെട്ടെന്ന് പരിപാടി തുടങ്ങും. ഇനിയൊരു പ്രോഗ്രാം ഉള്ളതാണ്. പക്ഷെ അത് പുറത്ത് നിൽക്കുന്ന ആളുകൾ പരമാവധി എത്രയും പെട്ടെന്ന് നമ്മളെ സീറ്റ് ഫില്ല് ചെയ്യേണ്ടതാണ്. വളരെ പെട്ടെന്ന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നാം പറഞ്ഞു വന്നത് സമൂഹത്തിൽ നമ്മളെല്ലാവരും പ്രശ്നമായി, നമ്മൾ പരസ്പരം പ്രതിസന്ധിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏകദേശം എല്ലാ വിഷയങ്ങളും അത്തരത്തിലുള്ള തിന്മകൾ വ്യാപകമാകാൻ വളരെ കൃത്യമായ ചില ആശയ അടിത്തറകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന തിരിച്ചറിവാണ് ആ തിന്മകൾ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ നമ്മളിൽ നിന്നോ നമ്മുടെ കുടുംബത്തിൽ നിന്നോ എങ്കിലും അതില്ലായ്മ ചെയ്യാനുള്ള ഏറ്റവും ആദ്യത്തെ പടി. ഒരു രോഗമില്ലാതാക്കാൻ, രോഗത്തെ ചികിത്സിക്കാൻ ആദ്യം വേണ്ടത് അത്തരമൊരു രോഗമുണ്ട് എന്ന ഒരു തിരിച്ചറിവാണ്. നമ്മുടെ സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന, നമ്മുടെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന വലിയൊരു പ്രശ്നമുണ്ട്, ഒരു ആശയമുണ്ട്. അതാണ് ഈ തിന്മകളുടെയെല്ലാം നാരായ വേര് എന്ന് തിരിച്ചറിയുന്നിടത്താണ് അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന ചിന്ത നമുക്കുണ്ടാകേണ്ടത്. എങ്ങനെയാണ് ഈ തിന്മകൾ വരുന്നത്, എന്താണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആശയം, നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. എന്താണത്? എന്തുകൊണ്ടാണ് പുതിയ തലമുറ ഇത്തരം സാമൂഹ്യ വിരുദ്ധമായ പ്രശ്നങ്ങളിലേക്കടക്കം, തിന്മകളിലേക്കടക്കം വലിയ രൂപത്തിൽ ആകർഷിക്കപ്പെടുന്നത്? എന്തുകൊണ്ടാണ്? അവരെ ബാധിച്ചിരിക്കുന്ന ചില വിശ്വാസങ്ങളും ചില ശരിതെറ്റുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുമാണ്. എന്താണത്? ഞാൻ നേരത്തെ പറഞ്ഞ ലിബറലിസത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകളാണത്. എന്താണ് ലിബറലിസം എന്ന് പറഞ്ഞാൽ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് നിശ്ചയിക്കാൻ മതമോ അല്ലെങ്കിൽ മതഗ്രന്ഥങ്ങളോ ദൈവമോ ഒന്നും പറയേണ്ടതില്ല, പ്രവാചകന്മാരൊന്നും പഠിപ്പിക്കേണ്ടതില്ല, ഉസ്താദുമാരെ ക്ലാസ്സിൽ പറയേണ്ടതില്ല. മറിച്ച് ശരിയും തെറ്റും വേർതിരിക്കാൻ നമുക്ക് തന്നെ സാധിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ യുക്തി അനുസരിച്ച്, നമ്മുടെ ബുദ്ധി അനുസരിച്ച് ശരിയും തെറ്റും നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി എന്ന ചിന്തയാണ് ആദ്യമുണ്ടായത്. അതിൻ്റെ ഭാഗമായി യൂറോപ്യൻ നാടുകളിലാണ് ഇത്തരം ചിന്തകൾ ആദ്യം വന്നത്. ആ സമൂഹത്തിൽ എന്താണ് ഉണ്ടായത് എന്ന് നമ്മളൊന്ന് പരിശോധിച്ചു നോക്കണം. ഓരോരുത്തരും അവനിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, അവൻ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ എന്ന ചിന്ത യൂറോപ്പിൽ വലിയ അപകടങ്ങൾക്കാണ് തിരികൊളുത്തിയത്. ഹെഡോണിസം എന്നൊക്കെ പറയുന്ന ചില ആശയങ്ങളുണ്ട്. എന്താണത് പറയുന്നത്? മനുഷ്യന്റെ ആസ്വാദനമാണെല്ലാം. മനുഷ്യൻ ഓരോരുത്തരും അവരവർക്ക് യുക്തിപരമായി ശരിയാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അതിൽ നമ്മൾ മതമെന്നോ അല്ലെങ്കിൽ മറ്റ് ധാർമ്മികതയെന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിലക്കാൻ നിൽക്കേണ്ടതില്ല എന്ന ചിന്ത യൂറോപ്പിലൊക്കെ വലിയ വ്യാപകമായി. അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരും അവരവർക്ക് തോന്നുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങി. ഹിപ്പി കൾച്ചർ എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള പല വിഷയങ്ങൾ അതിന്റെ തുടർച്ചയായി ഉണ്ടായി. അപ്പൊ ആളുകൾക്ക് മനസ്സിലായി, ഇതിങ്ങനെ പോയാൽ ശരിയാവൂല. ഓരോരുത്തരും അവരവർക്ക് തോന്നിയതുപോലെയൊക്കെ ജീവിച്ചാൽ, അവനവന് ശരിയാണെന്ന് തോന്നുന്നതെല്ലാം ചെയ്താൽ സമൂഹം തന്നെ കുട്ടിച്ചോറാകും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ അതിൽ ചില മാനദണ്ഡങ്ങൾ വെക്കാൻ തുടങ്ങി. എന്തടിസ്ഥാനത്തിലായി ഇത്തരം ലൈഫ് സ്റ്റൈലിലേക്ക്, ഇത്തരം കാഴ്ചപ്പാടുകളിലേക്ക് ആളുകൾ പോയത്? മതം എന്ന് പറഞ്ഞാൽ അത് കുറേ നിബന്ധനകൾ പറയുന്നതാണ്. മതം അത് പാടില്ല, ഇത് പാടില്ല എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും പാടില്ലകളൊന്നും വേണ്ട, അരുതുകളൊന്നും വേണ്ട, അരുതുകളില്ലാത്ത സ്വതന്ത്ര ലോകത്തിലേക്ക് നമുക്ക് പോകണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്തത്? തോന്നിയാസം ജീവിത രീതിയായിട്ട് സ്വീകരിച്ചത്. തോന്നിയതുപോലെ ജീവിക്കാം. അങ്ങനെ കുറച്ചു കാലം ജീവിച്ചപ്പോൾ മനസ്സിലായി, ഇങ്ങനെ പോയാൽ ശരിയാവൂല, സമൂഹം കുട്ടിച്ചോറാകുന്നു. അപ്പോ അതിന്റെ തുടർച്ചയായി അവർ മനസ്സിലാക്കി, ഇങ്ങനെ ജീവിച്ചാൽ എന്തായാലും സമൂഹം കുറച്ചു കാലം മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കി അവർ തന്നെ ചില മാനദണ്ഡങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങി. മതം മാനദണ്ഡങ്ങൾ കൊണ്ടുവരുന്നു, ചില അരുതുകൾ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടാണ് അവർ പോയത്. എന്നിട്ട് അവർ തന്നെ അരുതുകൾ കൊണ്ടുവരാൻ തുടങ്ങി. എന്നിട്ട് അവർ പറഞ്ഞു, എന്ത്? ഹാം പ്രിൻസിപ്പൾ. ഇതാണ് നമ്മളുടെ പല ആളുകളുടെയും മനസ്സിലേക്ക് നമ്മളറിയാതെ കടന്നു വന്നിട്ടുള്ള ഒരു ആശയമാണ്. ഞാൻ പറയും മനസ്സിലാകും. എന്താണത്? മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം എന്തും തിന്മയല്ല. ഇതാണ് ആശയം. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടോ ഇല്ലേ നോക്കിയാൽ മതി. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ അത് തിന്മയാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നില്ലെങ്കിൽ അത് തിന്മയാണെന്ന് പറയാൻ പറ്റൂല, അത് ശരിയല്ല എന്ന് പറയാൻ പറ്റൂല. ഇത് ഒരാശയമായി കൊണ്ടുവന്നു.
സ്വാഭാവികമായിട്ടും നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? മറ്റുള്ളവരെ ഉപദ്രവിച്ചാൽ തിന്മ, ഉപദ്രവിച്ചില്ലെങ്കിൽ നന്മ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നല്ലൊരു ആശയം അല്ലേ? ഒരു പക്ഷേ നമ്മൾ കുറച്ചുകൂടി ഒരു യുവാക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്റ്റാറ്റസ് അടക്കം വെച്ചിട്ടുണ്ടാകും. എന്താ അത്? എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ. കേൾക്കാൻ നല്ല രസകരമായ ആശയാണ് അല്ലേ? സ്റ്റാറ്റസ് ഒക്കെ വെക്കാൻ തോന്നും, സ്റ്റോറി ഇടാൻ തോന്നും. എന്താ? എന്റെ സ്വാതന്ത്ര്യം നിന്റെ മൂക്കിൻ തുമ്പ് വരെ. എനിക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, നിന്റെ മൂക്കിൻ തുമ്പ് വരെ, അതായത് നിന്നെ ഉപദ്രവിക്കുന്നത് വരെ. കേൾക്കാൻ വളരെ സുന്ദരമായ ആശയമാണ് ഇത്. ഞാൻ പറയുന്നത് ഇത് ഏതെങ്കിലും ആശയമായി ഏതെങ്കിലും പുസ്തകങ്ങളിൽ അവിടെ അടയിരിക്കുന്ന ഒരു ആശയമല്ല ഇത്. മറിച്ച് നമ്മൾ അറിയാതെ നമ്മുടെ തലയിലേക്കടക്കം ഈ ആശയം കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ പോലും പറഞ്ഞു പോകാറുണ്ട്, അതിനിപ്പോ എന്താ കുഴപ്പം? അത് വേറെ ആരെയും ഉപദ്രവിക്കുന്നൊന്നില്ലല്ലോ, വേറെ ആരെയും ബാധിക്കുന്നൊന്നില്ലല്ലോ, പിന്നെ എന്തിനാ നമ്മളത് തെറ്റാണെന്ന് പറയുന്നത് എന്ന് പല വിഷയങ്ങളിലും നമ്മൾ പോലും നമ്മളറിയാതെ പറഞ്ഞു പോകാറില്ലേ? അതിന്റെ കാരണം എന്താ? നമ്മളറിയാതെ നമ്മുടെ തലച്ചോറിലേക്ക് ഈ ആശയം കയറിയത് കൊണ്ടാണത്. കാരണം മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഒരു കാര്യവും തെറ്റാണെന്ന് പറയാൻ പാടില്ല എന്ന ആശയമാണത്. ഇനി ഈ ആശയത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ആശയം സമൂഹത്തിൽ വ്യാപിപ്പിച്ചു എന്ന് വിചാരിക്കുക. ഇപ്പൊ തന്നെ അത് വ്യാപിച്ചിട്ടുണ്ട്, നമ്മളെല്ലാവരും അതിന്റെ ആളുകളായി. ഇനി ഈ ആശയം തലയിൽ കയറിയ ഒരു കുട്ടിയോട് നമുക്ക് അവന്റെ സ്വകാര്യതയിൽ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റുമോ? അവന്റെ റൂമിൽ വേറെ ആരെയും ഉപദ്രവിക്കാതെ കഞ്ചാവടിക്കരുത് എന്ന് ഒരു കുട്ടിയോട് പറയാൻ പറ്റുമോ? ആ കുട്ടിയോട് നമ്മൾ പറയും കഞ്ചാവ് പിടിക്കരുത് കേട്ടോ, മോശാണ്, തെറ്റാണ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി എന്താ പറയാ? ഞാൻ എന്റെ സ്വാതന്ത്ര്യം, എന്റെ റൂമിൽ വേറെ ആരെയും ഉപദ്രവിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന നിങ്ങൾക്കെന്താ? അത് എന്റെ സ്വാതന്ത്ര്യമല്ലേ, എന്റെ പ്രൈവസി അല്ലേ, എന്റെ സ്വകാര്യതയല്ലേ എന്നാണ് അവൻ പറയുക അല്ലേ? ഇതാണ് ഈ ആശയത്തിന്റെ പ്രശ്നം. പല വിഷയങ്ങളും ഒരു പക്ഷേ അതിന്റെ പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ അപ്പപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അത് തിരിച്ചറിയാതെ മനുഷ്യൻ എന്താ ചിന്തിക്കുക? ഞാനൊരു കാര്യം ചെയ്യുന്നു, അപ്പോൾ തന്നെ അതിനൊരു പ്രശ്നം കാണുന്നില്ല, അതുകൊണ്ട് എന്റെ യുക്തിയിൽ അത് ശരിയാകുന്നു. ഈ ചിന്ത തലയിൽ കയറിയ ഒരു കുട്ടിയോട് കഞ്ചാവ് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല, MDMA തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താൻ പറ്റൂല. നമ്മള് ഇപ്പൊ എന്താ ചെയ്യുന്നത്? സ്കൂളുകളിലേക്കൊക്കെ കയറിക്കൊണ്ട് ലഹരി വിരുദ്ധ ബോധവൽക്കരണങ്ങൾ ചെയ്യാൻ അല്ലെ? ലഹരി വിരുദ്ധ ബോധവൽക്കരണമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല കാര്യമാണ്, നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമാണ്, അതിനെ എതിർക്കുകയല്ല. മറിച്ച് ആ ലഹരി വിരുദ്ധ ബോധവൽക്കരണങ്ങളിൽ നമ്മൾ എന്താ പറയുന്നത്? നമ്മൾ കുട്ടികളെ വിളിച്ചിട്ട് പറയും, കുട്ടികളെ നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കരുത്, കുട്ടികളെ നിങ്ങൾ MDMA ഉപയോഗിക്കരുത്. കാരണം എന്താ? കഞ്ചാവ് ഉപയോഗിച്ചാൽ, ലഹരി ഉപയോഗിച്ചാൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും, നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾ നശിച്ചു പോകും, നിങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകും എന്നൊക്കെ നമ്മൾ പറയും. നമ്മൾ വിചാരിക്കേണ്ട അതൊക്കെ കേട്ടിട്ട് കുട്ടികളാകെ പേടിച്ച് ഇനി നാളെ മുതൽ ഇങ്ങനെയുള്ള കഞ്ചാവൊന്നും ഉപയോഗിക്കൂല, ഞാൻ ആ വഴിക്കില്ല എന്നൊക്കെ പറയുന്നതാണ്. പക്ഷേ നമ്മൾ അറിഞ്ഞില്ല നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലേക്ക് കയറിയിരിക്കുന്ന ആദർശം എന്താണ്. അതെന്താണെന്നറിയോ? ആ കുട്ടികളെ നിരന്തരം സോഷ്യൽ മീഡിയയിലൂടെ, സിനിമകളിലൂടെ അവരുടെ തലച്ചോറിലേക്ക് ഒരു ആശയം കയറ്റിയിട്ടുണ്ട്. അതെന്താ? മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഒരു കാര്യവും തിന്മയല്ല എന്ന് മാത്രമല്ല, ഈ ലോകം ഒന്നു മാത്രമേ ഉള്ളൂ, ഒരു ലോകം, ഒരു ജീവിതം മാത്രമേ നമുക്കുള്ളൂ, ആ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ഈ രണ്ട് ആശയങ്ങളാണ് നമ്മുടെ തലച്ചോറിലേക്കുള്ളത്, നമ്മുടെ കുട്ടികളുടെ തലച്ചോറിലുള്ളത്. ഒന്നെന്താ? മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഒന്നും തെറ്റല്ല. രണ്ടെന്താ? നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ചെറിയ ജീവിതമേ ഉള്ളൂ, ഒരു ഒറ്റ ജീവിതം മാത്രമേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിക്കാനുള്ളതാണ്. ഈ രണ്ട് ചിന്തകളും പേറിയ ഒരു കുട്ടിയോട് കരളടിച്ചു പോകുന്ന, കിഡ്നി അടിച്ചു പോകുന്ന കഥ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ ആ കഥ പറയുമ്പോൾ കുട്ടി എന്താ ചിന്തിക്കുന്നത്? ആയിക്കോട്ടെ, കിഡ്നി അടിച്ചു പോയിക്കോട്ടെ, അതിനിപ്പോ എന്താ? എന്തായാലും ഒരു ജീവിതമേ ഉള്ളൂ, അതെന്തായാലും ഏതെങ്കിലും ഒരു സമയത്ത് മരിക്കണം. അത് 10-60 വയസ്സായി നരച്ച് വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നടന്ന് മരിക്കണം എന്ന് വല്ല നിർബന്ധമുണ്ടോ? ഇല്ല. 10-40 വയസ്സാകുമ്പോ നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്ത് മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെ, അതിനിപ്പോ എന്താ? കാരണം എന്താ? ആ കുട്ടിയുടെ തലച്ചോറ് എങ്ങനെയാണുള്ളത്? ഈ ജീവിതം പരമാവധി ആസ്വദിക്കാനുള്ളതാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഒന്നും തിന്മയല്ല എന്നുള്ള ആശയം അവന്റെ തലയിലുള്ളത്. അത് തലയിൽക്കാരെ കുട്ടിയോട് കിഡ്നി അടിച്ചു പോകും, പെട്ടെന്ന് മരിച്ചു പോകും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം അവൻ പറയുന്നത് ആയിക്കോട്ടെ, മരിച്ചോട്ടെ, കിഡ്നി അടിച്ചോട്ടെ, എനിക്ക് ഈ കിട്ടുന്ന സമയം പരമാവധി ആസ്വദിക്കുകയാണ് വേണ്ടത്. അതാകട്ടെ മറ്റാരെയും ഉപദ്രവിക്കുന്നില്ല.
ഒരു കുട്ടി അവന്റെ റൂമിൽ കഞ്ചാവ് അടിച്ചുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ? ബാക്കിയുള്ളവരാരെയും ഉപദ്രവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എങ്ങനെ അത് തെറ്റാകും? ഞാൻ പറഞ്ഞു വന്നത് ഇതിന്റെ കുറെ പ്രശ്നങ്ങളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇതിന്റെ പ്രശ്നങ്ങൾ പലതും ഫ്യൂച്ചറിൽ, അതായത് ഭാവിയിൽ വരാൻ പോകുന്ന പ്രശ്നങ്ങളാണ്. ഒരു വ്യക്തി ലഹരി ഉപയോഗിച്ചാൽ അവന്റെ ഭാവി തകരും, അവന്റെ കുടുംബം തകരും, അങ്ങനെ സമൂഹം തന്നെ തകരുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷേ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ചിട്ടുള്ള എന്താ? ഒരു കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു ഉപദ്രവം ഉണ്ടാകണം. ഉപദ്രവം ഉണ്ടെങ്കിൽ അത് തെറ്റാണ്, ഇല്ലെങ്കിൽ അതുകൊണ്ടൊരു കുഴപ്പമില്ല, അല്ലേ? നമ്മൾ ഏതെങ്കിലും ഒരു ഉദാഹരണം എടുക്കുക. സ്വവർഗരതി തെറ്റാണ് എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താ സമൂഹത്തിൽ നിന്നും തിരിച്ചു വരുന്ന ന്യായം എന്താ? രണ്ട് പ്രായപൂർത്തിയായ ആളുകൾ അവരുടെ പ്രൈവസിയിൽ, അവരുടെ സ്വകാര്യതയിൽ, അവരുടെ റൂമിൽ വാതിൽ കുട്ടിയിട്ടിട്ട് അവർ ഇരുട്ടത്ത് എന്തോ ചെയ്തോട്ടെ, ഇങ്ങക്കണ്ട, അല്ലെ? ഈ ന്യായല്ലേ തിരിച്ചു കേൾക്കുന്നത്? വ്യഭിചാരം തെറ്റാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ തിരിച്ചുള്ള ന്യായം? രണ്ട് വ്യക്തികൾ, സ്വതന്ത്ര പൗരന്മാർ അവരുടെ റൂമിൽ, അവരുടെ സ്വകാര്യതയിൽ എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്കെന്താ, അല്ലേ? കാരണം എന്താ? അതിൽ വർക്ക് ചെയ്യുന്നത് ഇതേ ആശയമാണ് അതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നത്. മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തിടത്തോളം കാലം ഓൻ സ്വവർഗരതി ചെയ്യേ, വ്യഭിചരിക്ക്, കള്ളുകുടിക്ക്, എന്തോ ചെയ്തോട്ടെ, നിങ്ങൾക്കെന്താ? ഈ ആശയം അത് നമ്മുടെ ധാർമ്മികതയായി എടുത്താൽ, ലിബറലിസം എന്ന ഈ ആശയം നമ്മുടെ ധാർമ്മികതയായി നമ്മൾ എടുത്താൽ, ഒരു തെറ്റും തിന്മയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കാത്ത അവസ്ഥ വരും. കാരണം എന്താ? ഈ തിന്മകളെല്ലാം ഇത് തലയിൽ കയറിയ മക്കൾ അല്ലെങ്കിൽ യുവാക്കൾ, മനുഷ്യർ അത് ചിന്തിക്കുന്ന ഇതൊക്കെ അവരുടെ അവകാശമാണ്. ഇത് തിന്മയാണെന്ന് പറയുന്ന ആൾക്കാരൊക്കെ ആ അവകാശം നിഷേധിക്കാൻ വരുന്ന ആൾക്കാരാണെന്നാണ് അവർ ചിന്തിക്കുക. അതുകൊണ്ട് നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ചിന്ത ഒരാളുടെ മനസ്സിൽ കയറിയാൽ, ലിബറലിസം എന്ന ചിന്ത, മതം വേണ്ട, ദൈവം വേണ്ട, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് പറയാൻ ദൈവമോ മതമോ ആവശ്യമില്ല. നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടോ എന്ന് നോക്കി നമ്മുടെ യുക്തി അനുസരിച്ച് തീരുമാനിക്കേണ്ടതാണ് ശരി തെറ്റുകൾ എന്ന ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ കയറിയാൽ, ലഹരിയാകട്ടെ, അവിഹിതങ്ങളാകട്ടെ, സ്വവർഗരതിയാകട്ടെ, അങ്ങനെ ഏതേത് തിന്മകളാകട്ടെ, തെറ്റാണെന്നോ പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. അവിടെയാണ് മതത്തിന് മനുഷ്യനോട് ചില കാര്യങ്ങൾ പറയാനുള്ളത്. എന്താ മതം പറയുന്നത്? ശരിയാണ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തിന്മ തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഒരു പ്രവൃത്തി ചെയ്താൽ അതുകൊണ്ട് ഉപദ്രവമുണ്ടാകുമോ ഉപകാരമുണ്ടാകുമോ എന്ന് പൂർണ്ണമായി അറിയാൻ മനുഷ്യന് പരിമിതിയുണ്ട്. അതാണ് മതം പറയുന്നത്. നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവുണ്ട്. ആ ഏകനായ സട്ടാവിനാണ് എല്ലാം അറിയുന്നത്. അവനാണ് അൽ അലീം. എല്ലാം അറിയുന്നവനാണ് അവൻ. അവന്റെ സൃഷ്ടികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കാഴ്ചക്ക് പരിമിതിയുണ്ട്. ഒരു പരിധിക്കപ്പുറത്തേക്ക് കാണാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക് കേൾക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കില്ല. അതുപോലെ നമ്മുടെ ചിന്തക്കും പരിമിതിയുണ്ട്, നമ്മുടെ ബുദ്ധിശക്തിക്കും പരിമിതിയുണ്ട്. അതുകൊണ്ട് ഏതൊരു പ്രവൃത്തിയെക്കുറിച്ചും അതിന്റെ ശരിതെറ്റുകളെക്കുറിച്ച്, അതിന്റെ ഉപകാര ഉപദ്രവങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ തലച്ചോറിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് ആ പരിമിതികളൊന്നുമില്ലാത്ത ഒരു സട്ടാവ്, നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ എല്ലാം അറിയുന്ന അൽ അലീമായ സട്ടാവാണ് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് നമുക്ക് പറഞ്ഞു തരേണ്ടത്. ഇതാണ് മതം പറയുന്നത്. ഇതാണ് മതം പറയുന്നത്. ഏതേത് വിഷയങ്ങൾ എടുത്തു നോക്കുക, അവിഹിത ബന്ധങ്ങൾ മതം പറയുന്നു പാടില്ല, ഹറാമാകുന്നു, ഫാഹിഷത്താകുന്നു. കാരണം എന്താ? നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് തോന്നും അതിനിപ്പോ എന്താ കുഴപ്പം? ഇന്നത്തെ കാലത്ത് ക്യാമ്പസ് പ്രണയമൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടോ? അതെല്ലാവരും ചെയ്യുന്നതല്ലേ. ഇങ്ങനെ ഒരുപാട് 100 ന്യായങ്ങൾ ഒരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് വരും. പക്ഷേ അത് ഹറാമാണെന്ന് പറഞ്ഞത് എല്ലാം അറിയുന്ന പടച്ചവരാണ്. നമുക്ക് നമ്മുടെ പരിമിതമായ നമ്മുടെ അറിവ് വെച്ച് തന്നെ ഇപ്പൊ ചില കാര്യങ്ങൾ പറയാൻ പറ്റും. അത് പൂർണ്ണമായ അറിവല്ല, അല്ലേ? അവിഹിത ബന്ധങ്ങൾ ഉള്ളവർക്ക് അവരുടെ കുടുംബം തകരാനുള്ള, കുടുംബം ഫെയിലിയർ ആവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ഇന്ന് കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്യൻ രാജ്യങ്ങളിലടക്കം ആർക്കെങ്കിലും അവിഹിത ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ കുടുംബം തകരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന്. ഇതൊരു പക്ഷെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. രണ്ടാണും പെണ്ണും അവർക്ക് ഇഷ്ടപ്പെട്ടു, അവരൊരുമിച്ച് ജീവിക്കുന്നു, അതിനിപ്പോൾ ആർക്കും ഒരു ഉപദ്രവം ഇല്ലല്ലോ, ഇതാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അത്തരം ഒരു അവിഹിത ബന്ധങ്ങളിലൂടെ മനുഷ്യൻ മുന്നോട്ട് പോയാൽ അവന്റെ കുടുംബജീവിതം തന്നെ തകരാൻ സാധ്യതയുണ്ട് എന്ന് ഇന്ന് ആധുനിക പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്.
അപ്പൊ അവിടെയാണ് നമുക്ക് മനസ്സിലാകുന്നത്, വളരെ ചുരുങ്ങിയ നമ്മുടെ അറിവ് വെച്ച് പോലും ഈ അവിഹിത ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ നമ്മളിപ്പോ ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കി തുടങ്ങി, അല്ലേ? നാടൊട്ടുക്കും ഡൈവോഴ്സുകൾ കൂടുന്നു, കുടുംബ കലഹങ്ങൾ കൂടുന്നു, കുടുംബ പ്രശ്നങ്ങൾ അധികരിക്കുന്നു. ഇതിനൊക്കെ പിന്നിൽ പലപ്പോഴും അവിഹിത ബന്ധങ്ങളാണ്. ഇതൊറ്റ അടിക്ക് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണോ? അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു, പിറ്റേന്ന് തന്നെ എന്തോ ഒരു പ്രശ്നം, ഭൂമി കുലുങ്ങുന്നു, ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നു, ആണോ? അല്ല. ഇതൊരു പക്ഷേ വർഷങ്ങളോ അല്ലെങ്കിൽ പതിറ്റാണ്ടുകളോ കൊണ്ടാണ് ഇതിന്റെ ഭവിഷ്യത്തുകൾ മനുഷ്യൻ മനസ്സിലാക്കുക. സ്വവർഗരതി, അല്ലെ? സ്ഥിരം പറയുന്നൊരു കാര്യമാണ്. രണ്ടാളുകൾ അവരുടെ സ്വകാര്യതയിൽ എന്തോ ചെയ്തോട്ടെ, എന്തിനാ തെറ്റ് പറയുന്നത്? അതുകൊണ്ട് ആർക്കും ഉപദ്രവമില്ലല്ലോ. ഇതൊക്കെയാണ് തിരിച്ചു പറയുന്ന ന്യായം. പക്ഷേ നമുക്കറിയാം, സ്വവർഗരതി വ്യാപകമായ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള കണക്കുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ സ്വവർഗരതി ചെയ്യുന്ന ആളുകൾക്കാണ് ലൈംഗിക രോഗങ്ങൾ എന്നുള്ളതാണ്. സമൂഹത്തിൽ 1-2 അല്ലെങ്കിൽ കൂടിപ്പോയാൽ 5% ഉണ്ടാകും സ്വവർഗരതിക്കാരായ ആളുകൾ. ആ വെറും വളരെ തുച്ഛം വരുന്ന സ്വവർഗരതിക്കാരിലാണ് 60-70% എയ്ഡ്സ് രോഗം, 80% സിഫിലിസ്, 80% ഗൊണോറിയ. ഇങ്ങനെയുള്ള ലൈംഗിക രോഗങ്ങളുടെ കണക്കെടുത്തു നോക്കിയാൽ അത് കൂടുതലും ഈ സ്വവർഗരതി ചെയ്യുന്ന ആളുകളിലാണ്. എന്നിട്ട് നമ്മളെന്താ ചോദിക്കാം, അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? അതുകൊണ്ട് ഒരു ഉപദ്രവം ഇല്ലല്ലോ. ഉപദ്രവമുണ്ടോ? ഉണ്ട്. പക്ഷേ അത് ചെയ്ത ഉടനെ പിറ്റേന്ന് തന്നെ സംഭവിക്കുന്ന കാര്യമല്ല. ഒരു പക്ഷേ മാസങ്ങളോ വർഷങ്ങളോ എടുത്തേക്കാം. ഈ കഴിഞ്ഞ ഏതാനും 2 വർഷങ്ങൾക്ക് മുമ്പാണ് മങ്കി പോക്സ് എന്ന് പറയുന്ന ഒരു രോഗത്തെ കുറിച്ച് ഒരു പക്ഷേ നമ്മളെല്ലാവരും വാർത്തയിൽ വായിച്ചിട്ടുണ്ടാകും. മങ്കി പോക്സ് എന്ന് പറയുന്ന ഒരു പുതിയ രോഗം. WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു കുറിപ്പിറക്കുകയാണ്. എന്താ? സ്വവർഗരതിക്കാരായ പുരുഷന്മാർ ഒന്ന് നിയന്ത്രിക്കണം. എന്തേ കാരണം? ഈ മങ്കി പോക്സ് എന്ന് പറയുന്ന രോഗം അത് പകരുന്നത് സ്വവർഗരതിക്കാരായ പുരുഷന്മാരിലൂടെയാണ്. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാവാൻ സാധ്യതയുണ്ട്, നിയന്ത്രിക്കണം. എന്നിട്ടോ WHO ഒരു ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. വേൾഡ് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചു 2 വർഷം മുമ്പ്. എന്തിന്റെ പേരിൽ? സ്വവർഗരതിയുടെ പേരിൽ. സ്വവർഗരതി കാരണം വ്യാപിക്കുന്ന മങ്കി പോക്സിന്റെ പേരിൽ ആഗോള ആരോഗ്യ അടിയന്തരാവസ്ഥ വേൾഡ് ഹെൽത്ത് എമർജൻസി പ്രഖ്യാപിച്ചു. നമ്മളെന്താ ചോദിക്കുക? സ്വവർഗരതി കൊണ്ടാ എന്താ ഉപദ്രവം? അതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. കുഴപ്പമുണ്ട്. ലോകം മുഴുവൻ ആരോഗ്യ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കേണ്ടുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഈ സ്വവർഗരതി ചെയ്ത് അപ്പം തന്നെ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, മറിച്ച് അത് വ്യാപകമായി പതിയെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇവിടെയാണ് നമ്മൾ പറയുന്നത് പല പ്രവർത്തികളുടെയും അതുകൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ, അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അപ്പോൾ തന്നെ സംഭവിച്ചു കൊള്ളണമെന്നില്ല. ഇൻസ്റ്റന്റ് ഹാം ആയിരിക്കൂല, അപ്പൊ തന്നെ സംഭവിക്കുക, അല്ലെ? ഒരു പ്രവൃത്തി ചെയ്താൽ അപ്പൊ തന്നെ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവുക. നമ്മളൊക്കെ സ്ഥിരമായി എൻകൗണ്ടർ ചെയ്യുന്ന ഒരു വിഷയമാണത്, അല്ലേ? എന്തെങ്കിലും ഒരു ചെയ്താൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ? ആണും പെണ്ണും ഒരുമിച്ചിരിക്കരുത് എന്നൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ? ഈ ചോദ്യമൊക്കെ ഇരുന്നാ വരുന്നത്. എന്താ? അതങ്ങനെ ചെയ്താൽ ഒരു പ്രശ്നമില്ലല്ലോ, അല്ലേ? അതുകൊണ്ടൊരു പ്രശ്നമില്ലല്ലോ, അതുകൊണ്ടൊരു പ്രയാസം നമ്മൾ കാണുന്നില്ലല്ലോ. പല വിഷയങ്ങളുടെയും പ്രശ്നങ്ങളും ഭവിഷ്യത്തുകളും അപ്പപ്പോൾ സംഭവിച്ചു കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ ആ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കാൻ വർഷങ്ങളോ പതിറ്റാണ്ടുകളോ ഒരു പക്ഷെ നൂറ്റാണ്ടുകളോ എടുത്തേക്കാം. അവിടെയാണ് മതം മനുഷ്യനോട് പറയുന്നത്, അങ്ങനെ എന്തൊക്കെയാണ് സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുന്നത് എന്ന് പൂർണ്ണമായി അറിയാൻ പരിമിതമായ ബുദ്ധിയുള്ള, പരിമിതമായ ചിന്താശേഷിയുള്ള മനുഷ്യ നിനക്ക് സാധ്യമല്ല. അതുകൊണ്ട് ആ പരിമിതികൾ ഒന്നുമില്ലാത്ത പടച്ചവന് നീ സമർപ്പിക്കുകയാണ് വേണ്ടത്. പടച്ചോനൊരു കാര്യം ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന, നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പടച്ചോനാണത് ശരിയെന്ന് പറഞ്ഞത്, അത് ശരിയാണ്. പടച്ചവനൊരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം അറിയുന്ന, നമുക്ക് ഒരു ശർറും വരരുതെന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പടച്ചവനാണത് തെറ്റാണ്, ഹറാമാണെന്ന് പറഞ്ഞത് എങ്കിൽ അത് തെറ്റാണ്. ആ സമർപ്പണമാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായി അവനെ മുന്നോട്ട് നയിക്കേണ്ടത്. ആ സമർപ്പണത്തിന്റെ പേരാണ് ഇസ്ലാം. ഇസ്ലാം എന്ന പദത്തിന്റെ അർത്ഥം സമർപ്പണം എന്നാണ്. എന്തിനുള്ള സമർപ്പണം? ഈ പറഞ്ഞ നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച, ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും മതമുള്ളവനെയും ഇല്ലാത്തവനെയും എല്ലാം സൃഷ്ടിച്ച ഏകനായ, നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആ ഏകനായ ഒരു സട്ടാവുണ്ട്, ഒരു പടച്ചവനുണ്ട്. ആ പടച്ചവന്
അവനെല്ലാം അറിയുന്നവനാണ്. അവന് മുമ്പിൽ എൻ്റെ ജീവിതം ഞാൻ സമർപ്പിച്ചിരിക്കുന്നു. അവനൊരു കാര്യം തെറ്റാണെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാനത് മാറ്റി നിർത്താൻ ശ്രമിക്കും. അവനൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാൻ ശ്രമിക്കും എന്ന സമർപ്പണത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു വർഗീയമായ ആശയമല്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു മതസ്ഥരുടെ ഒരു ദൈവത്തെക്കുറിച്ചല്ല, അല്ലെ? അല്ലാഹ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരൊക്കെ മനസ്സിലാക്കിയത് മുസ്ലിങ്ങളുടെ ദൈവം അല്ല. അല്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഇലാഹ്, സാക്ഷാൽ ആരാധ്യൻ. ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയെയും എല്ലാവരെയും ഈ കാണുന്ന മഹാപ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവുണ്ട്. ആ സട്ടാവിന് അറബിയിൽ പറയുന്ന പേരാണ് അല്ലാഹ്. ആ ഏകനായ സട്ടാവിന്, ഉടയതമ്പുരാന്, സർവേശ്വരന് ജീവിതം ഒരാൾ സമർപ്പിക്കാൻ തീരുമാനിച്ചാൽ ആ സമർപ്പണത്തിന് പറയുന്ന പേരാണ് ഇസ്ലാം. സമർപ്പിച്ചവർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അതുകൊണ്ട് ആ ഒരു കാര്യം, ആ സമർപ്പണം എന്ന യുക്തി നമ്മൾ ബോധ്യപ്പെടുക. എല്ലാം അറിയുന്ന പടച്ചോൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സമർപ്പിക്കലാണ് യുക്തി. എല്ലാം അറിയുന്ന ഒരു പടച്ചോൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ ആലോചിക്കുക, നമ്മുടെ പരിമിതമായ ബഹുമാനപ്പെട്ട ബുദ്ധി വെച്ചിട്ട് അതിപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടോ, അതുകൊണ്ട് വലിയ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് എല്ലാം അറിയുന്ന പടച്ചവൻ അത് തെറ്റാണെന്ന് പറഞ്ഞത്. ആ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ആ അന്വേഷണത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ വഴിതിരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മെ സൃഷ്ടിച്ചൊരു പടച്ചോൻ ഉണ്ടോ? ഞാൻ പറയുന്നത് ഈ സംസാരം കേൾക്കുമ്പോഴേക്ക് ഇതങ്ങ് അംഗീകരിക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മൾ അന്വേഷിക്കണം, പഠിക്കാൻ ശ്രമിക്കണം. നമ്മെ സൃഷ്ടിച്ച ഒരു സട്ടാവ് ഉണ്ടോ? ശരിക്കും അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? ദൈവമില്ലെങ്കിൽ ഈ കാണുന്ന മഹാപ്രപഞ്ചം സാധ്യമാകുമോ? ചിന്തിക്കാം, അന്വേഷിക്കാം, പഠിക്കാം. അങ്ങനെ ഒരു സട്ടാവ് ഉണ്ടെങ്കിൽ എങ്ങനെയുള്ള സട്ടാവാണത്? എല്ലാവരെയും സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവാണോ, അതല്ല മറ്റു വല്ല സങ്കല്പങ്ങളുമാണോ? പഠിക്കാം, അന്വേഷിക്കാം, മനസ്സിലാക്കാം. അങ്ങനെ എല്ലാം സൃഷ്ടിച്ച ഏകനായ ഒരു സട്ടാവുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ അവൻ മനുഷ്യന് നന്മത്തിന്മകൾ അവതരിപ്പിച്ചിട്ടുണ്ട് എന്ന് ഒരു ബോധ്യപ്പെടൽ മനുഷ്യനുണ്ടായാൽ പിന്നെ ആ നന്മത്തിന്മകളെ അംഗീകരിക്കലാണ് യുക്തി. അത് ഒരിക്കലും ഏതെങ്കിലും ഒരു കാലത്തില്ലാതായി പോകുന്ന ഒരു കാര്യമല്ല. ചില ആൾക്കാരൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇത് 21-ാം നൂറ്റാണ്ടാണ്, ശാസ്ത്രം വളരെ വികസിച്ച നൂറ്റാണ്ടാണ്, ഇപ്പോഴും നിങ്ങൾ മതത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണോ, നിങ്ങളിപ്പോഴും 6-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണോ എന്നൊക്കെയാണ് പല ആൾക്കാർ പറയുക. നമ്മൾ പറയുന്നത് ഇത് 6-ാം നൂറ്റാണ്ടിന്റെ ആശയമല്ല. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സട്ടാവിനെ അവന് സമർപ്പിക്കുക എന്ന ആശയം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 7-ാം നൂറ്റാണ്ടിൽ അറേബ്യയിലേക്ക് വന്നുകൊണ്ട് സ്ഥാപിച്ച ഒരു ആശയമല്ല ഇത്. ആദ്യ മനുഷ്യൻ ആദം മുതൽ മനുഷ്യൻ അംഗീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യനെ സൃഷ്ടിച്ച സട്ടാവിന് ജീവിതം സമർപ്പിക്കുക എന്ന ആശയം. അതൊരിക്കലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇല്ലാതാകുന്നതല്ല. ശാസ്ത്രം, അല്ലെ? ചില ആൾക്കാരൊക്കെ കഥ പറയും, ശാസ്ത്രം എന്താ? ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കലാണ്. നമ്മൾ അടക്കമുള്ള ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ടൂളാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. ആ ശാസ്ത്രം ഒരിക്കലും ശരിയും തെറ്റും വേർതിരിച്ചു തരില്ല. സയൻസ് എക്സ്പ്ലെയിൻസ്, അല്ലെ? സയൻസിനെ കുറിച്ചുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള നോളജാണ്. സയൻസ് എക്സ്പ്ലെയിൻസ്, ഇറ്റ് ഈസ് മോറലി ന്യൂട്രൽ. അതൊരിക്കലും ശരിയും തെറ്റും പറഞ്ഞു തരൂല. ഒരൊറ്റ ഉദാഹരണം പറയാം. ഒരു ഉരുള ചോറെടുത്തിട്ട് സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ കയ്യിൽ കൊടുത്താൽ എന്താ പറ്റുക? അതിൽ എത്ര പ്രോട്ടീൻ ഉണ്ട്, എത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, എത്ര ഫാറ്റ് ഉണ്ട് എന്ന് കൃത്യമായി നോക്കി പറഞ്ഞു തരാൻ ഒരു സയൻസ് വിദ്യാർത്ഥിക്ക് പറ്റും. പക്ഷേ ആ ഉരുള ചോറ് വിശക്കുന്ന ഒരാൾക്ക് കൊടുത്താൽ അത് നന്മയാണെന്നും അത് അനാവശ്യമായി കളഞ്ഞാൽ അത് തിന്മയാണെന്നും ഒരു ലാബിലും നമുക്ക് മനസ്സിലാകൂല. അത് സയൻസിന് കുറ്റം പറയല്ല കേട്ടോ, സയൻസ് അതിനുള്ളതല്ല. സയൻസ് മനുഷ്യന് കാര്യങ്ങൾ ഭൗതിക ലോകത്തെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു കാര്യമാണ്, പഠിക്കാനുള്ള ഒരു ടൂളാണ് സയൻസ്. അത് നമ്മൾ പരമാവധി ഉപയോഗിക്കണം. പരമാവധി സയൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ നമ്മൾ നടത്തണം. പക്ഷേ അങ്ങനെ പരമാവധി പഠിക്കാൻ സാധിക്കുന്നു എന്നതുകൊണ്ട് ശരിയും തെറ്റും സയൻസ് കൊണ്ട് നിർവചിക്കാൻ പറ്റുമെന്ന സയൻസിന് പോലും ഇല്ലാത്ത വാദം പറയരുത്. ചില ആളുകളൊക്കെ ഈ 10-ാം ക്ലാസ് സയൻസും പഠിച്ചിട്ട് ചില ആൾക്കാർ വിചാരിക്കും ഒക്കായി, സയൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു, ഇനി മതത്തിന്റെ ആവശ്യമില്ല, ദൈവത്തിന്റെ ആവശ്യമില്ല, എല്ലാമായി. അല്ല, സയൻസിന് കാര്യങ്ങൾ വിശദീകരിക്കാൻ സാധിക്കും, പക്ഷേ ശരി തെറ്റുകൾ പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ കൃത്യമായി കൊണ്ട് ദൈവത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട്.
ആരാണ് യഥാർത്ഥ നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച ഏകനായ സട്ടാവ് എന്ന ആലോചനകൾ നമുക്ക് വേണം. അത് ബോധ്യപ്പെട്ടാൽ ആ സട്ടാവ് പറഞ്ഞതിന് സമർപ്പിക്കുക എന്ന ആത്യന്തികമായ യുക്തിയിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. ആ രൂപത്തിൽ സത്യം അന്വേഷിക്കുവാനും അത് മനസ്സിലാക്കിയാൽ അത് സ്വീകരിക്കുവാനുമുള്ള തൗഫീക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ. നമ്മോട് മതം, ശാസ്ത്രം, യുക്തി എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാന്യ പണ്ഡിതൻ ഡോക്ടർ അബ്ദുല്ല ബാസിൽ വളരെ വ്യക്തമായ രീതിയിൽ ഏതൊരു മനുഷ്യൻക്കും വളരെ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ സംവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിരീശ്വരവാദം വർഷങ്ങളോളമായി ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അത് വിജയിക്കാത്തത് കൊണ്ടാണ് പുതിയ വെർഷനായി ലിബറലിസം കടന്നു വരിക്കുന്നത്. ഇത് നാം ഓരോരുത്തരും നമ്മുടെ വീടകങ്ങളിൽ സൂക്ഷിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട അർത്ഥഗർഭമായൊരു പ്രസംഗമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെ വീട്ടിലേക്ക് വരും. ഇത് അവിടെയല്ലേ ഇവിടെയല്ലേ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റേതായ ഗൗരവത്തിൽ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നാം വലിയ വില നമ്മൾ കൊടുക്കേണ്ടി വരും. കുടുംബസമേതം ഇരുന്നുള്ള മൂവി കാണലും അതൊക്കെയാണ് സംബന്ധിച്ചത് ബഹുമാന്യ പണ്ഡിതൻ. അൽഹംദുലില്ലാ, ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി നമ്മുടെ വീടകങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നാം പകർത്തണം. ഇതിൻ്റെയൊക്കെ എന്താണ് ഇതിനുള്ള പരിഹാരം? ഇതിനുള്ള പരിഹാരം എന്താണ്? ആ പരിഹാരം നമ്മൾ വളരെ വ്യക്തമായി ഇസ്ലാം കൽപ്പിക്കുന്നുണ്ട്. ഏകദൈവ വിശ്വാസമാണ് ഇതിന് ഏറ്റവും വലിയൊരു പരിഹാരം. അതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ പാലിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലേക്കാണ് നമുക്ക് അതിനെ ഓവർകം ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായി നമ്മൾ സൃഷ്ടിച്ച നമ്മുടെ സൃഷ്ടാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ വ്യക്തമായി നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ പ്രവാചകൻ്റെ ചര്യയിലൂടെ. അത് എന്തൊക്കെയെന്ന് ബഹുമാന്യ പണ്ഡിതൻ നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി നമ്മോട് സംസാരിക്കുന്നതാണ്. ഈ പരിപാടി കഴിയുന്നത് വരെ മുഴുവൻ ആളുകളും ഇത് സാവധാനം ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടി പറയാണ്, വിസ്റ്റം കൂട്ടായ്മയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അൽഹംദുലില്ലാ, നമ്മുടെ ഇവിടെ ബീച്ച് റോഡിൽ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു SNM ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏകദേശം ഓപ്പോസിറ്റായി ഒരു 26 സെൻറ്റ് സ്ഥലം എടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ പള്ളിയും അതോടൊപ്പം നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആന് വളരെ വിശാലമായ ഏതൊരാൾക്ക് വന്നാലും പഠിക്കാവുന്ന രീതിയിലുള്ള ഒരു ലൈബ്രറി ഇൻഷാ അല്ലാഹ് അത് രൂപകൽപ്പന ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, മയ്യത്ത് പരിപാലനം വരെ ആ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അതിൻ്റെ ഒന്നാമത്തെ കോൺക്രീറ്റ്, ഫസ്റ്റ് നിലയുടെ കോൺക്രീറ്റ് ഇന്നലെ ആയിരുന്നു നടന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിന് സ്ഥലമെടുക്കുന്നതിനും മറ്റുമൊക്കെ. വേറെ എവിടുന്ന് നമുക്കൊരു സഹായം കിട്ടാനില്ല. നമ്മുടെ പ്രവർത്തകന്മാർ എടുത്തിട്ടുള്ള ഓരോ റുപ്യയാണ് അതിൻ്റെ മെയിൻ അതിൻ്റെ ഫണ്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പരമാവധി ഈ സംസ്ഥാനം കേൾക്കുന്ന എല്ലാവരും അതിനുവേണ്ടി പരമാവധി സഹായിക്കും. അതിന് ബന്ധപ്പെട്ട ആളുകളുമായി സഹകരിക്കണം. എന്തായാലും നമുക്കൊരു സദഖത്തുൻ ജാരിയാണത്. അതൊന്ന് ഈ സാന്ദർഭികമായി സൂചിപ്പിച്ചെന്ന് മാത്രം നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ മുജാഹിദ് ബാലുശ്ശേരിയുടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد.